Hello my dear friends, welcome back to Aegon Learning. മക്കളെ +1 കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം ഇതാ അടുത്ത് കഴിഞ്ഞു അല്ലേ. നമുക്ക് എല്ലാവർക്കും ആ ഒരു എക്സാം ചൂടായിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പഠിത്തം എവിടെ വരെ എത്തിയടാ? നമുക്ക് 12 ചാപ്റ്റേഴ്സ് ആണുള്ളത്. നിങ്ങൾക്ക് ഭയമുണ്ടോ? ഒട്ടും ഭയക്കേണ്ട ആവശ്യമില്ല. മൊത്തം ചാപ്റ്റേഴ്സും നമ്മൾ 1 by 1 ആയിട്ട് ക്ലിയർ ചെയ്ത് തരും. ദെൻ മാരത്തോൺ ലൈവ് ഒക്കെ നമുക്ക് വരാനുണ്ട്. CS-നെ കുറിച്ച് നിങ്ങൾ ഇനി ഭയക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സെറ്റ് ആക്കാം. സോ ഞാൻ ഉണ്ടാവും കൂടെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യൂ, എല്ലാവരോടും പറയൂ കമ്പ്യൂട്ടർ സയൻസിന്റെ ലൈവ് ഇവിടെയുണ്ട്. ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ റെഡി ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫാസിൽ. ഓക്കെ, FL ആണ് ഷോർട്ട് നെയിം. ദെൻ നിങ്ങൾക്ക് എൻ്റെ വോയിസ് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോടാ? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 3, കോമ്പണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, നാളെ എപ്പോഴാ ലൈവ്? നാളെ ലൈവ് ഉണ്ടോ? നാളെ ലൈവ് ഉണ്ട്. നാളെ കൃത്യം 3 മണിക്ക് തന്നെ ലൈവ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 3, കോമ്പണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ആർ യു റെഡി? ഓക്കെ ആണോടാ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തില് ഡാറ്റ പ്രോസസ്സിംഗ് ആണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. സോ ഈ ഒരു സ്ലൈഡിൽ കാണുന്ന, നിങ്ങൾക്ക് ഈ സ്ലൈഡ് കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റിയ രീതിയിലാണ് ഈ സ്ലൈഡ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോളൂ, സ്ലൈഡ് എടുത്തോളൂ, പഠിച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ്? ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു പുതിയ ഫോണൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഒന്നും കൂടി അട്രാക്റ്റീവ് ആക്കാൻ നിങ്ങൾക്കൊന്ന് എഡിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്തിട്ട്, കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് അത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യും അല്ലെ? അത് വെച്ച് നമുക്ക് ഇത് പഠിക്കാം. Can I trust Aegon? Aegon-നെ ട്രസ്റ്റ് ചെയ്തോളൂ. ഡോണ്ട് വെറി, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സെറ്റാക്കാം. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ആ ഒരു ഫോട്ടോ എടുത്തു, അത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യേണ്ട ആദ്യത്തെ പ്രോസസ് ക്യാപ്ചറിങ് ദ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപ്ചർ ചെയ്യുന്നു. മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ ഈ ഒരു ക്യാമറ വഴിയോ എങ്ങനെയാണെങ്കിലും ഡാറ്റ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു. ക്യാപ്ചർ ചെയ്തിട്ട് ഇൻപുട്ട് ഓഫ് ദ ഡാറ്റ കമ്പ്യൂട്ടറിലാണ് നമ്മൾ ചെയ്യുന്നത്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. ഈ ഒരു സ്റ്റോറി പോലെ പഠിച്ചു വെച്ചാൽ നമുക്ക് എക്സാമിന് ഇത് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ദ ഡാറ്റ, ആ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോസസ് ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ചേഞ്ച് വരുത്തുന്നു. ഇല്ലേടാ, അതാണ് എഡിറ്റിംഗ് അല്ലേ? എഡിറ്റിംഗ് അതല്ലേ? സോ സർ, എന്നെ ഓർമ്മയുണ്ടോ സർ? ഇതേത് ചാപ്റ്റർ ആണ്? ചാപ്റ്റർ നമ്പർ 3, കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ക്യാപ്ചറിങ് ദ ഡാറ്റ, ഇൻപുട്ടിങ് ദ ഡാറ്റ, ഇൻപുട്ട് ഓഫ് ഡാറ്റ ആൻഡ് സ്റ്റോറിങ് ദ ഡാറ്റ, ദെൻ പ്രോസസിങ് ആൻഡ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റിംഗ് ദ ഡാറ്റ. അങ്ങനെ നമ്മൾ ചെയ്ത സംഭവം നമുക്ക് കാണണ്ടേ? നമ്മുടെ ഫോട്ടോ നമുക്ക് കാണണ്ടേ? അതാണ് ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ. ആ ഡാറ്റയിലേക്ക് നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തി അതൊരു ഇൻഫർമേഷൻ ആക്കി, അല്ലെങ്കിൽ അതൊരു എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ, അത് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലേ? നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ ആ ഒരു ഫോട്ടോ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഇതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് ഡാറ്റ പ്രോസസ്സിംഗ്. ഫസ്റ്റ് ക്യാപ്ചറിങ് ദ ഡാറ്റ, ഇൻപുട്ട് ഓഫ് ദ ഡാറ്റ, സ്റ്റോറേജ് ഓഫ് ദ ഡാറ്റ ആൻഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഓർ മാനിപ്പുലേറ്റിംഗ് ദ ഡാറ്റ ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ ഇൻഫർമേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ക്ലിയർ അല്ലേടാ? 6 സ്റ്റെപ്പ് ക്ലിയർ അല്ലേടാ? 1 and 2 ചാപ്റ്റർ എടുക്കുന്നില്ലേ? എല്ലാ ചാപ്റ്ററും നമ്മൾ എടുക്കും. ഇന്ന് നമ്മൾ 3, 4, 5, 6 ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആ ചാപ്റ്റർ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ ഒരു ലൈവിൽ തന്നെ സെറ്റ് ആക്കും. ക്ലിയർ?
സോ ഇത് നമ്മൾ പിക്ചറൈസ് ചെയ്ത് വെച്ചതാണ് അപ്പുറത്ത് കാണുന്നത് കണ്ടോ. ക്യാപ്ചറിങ് ഇൻപുട്ട്, പ്രോസസിങ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റോറേജ്. ക്ലിയർ അല്ലേടാ? പ്രോഗ്രാം മാത്രം ചെയ്യുമോ? ഡെഫിനറ്റ്ലി നമുക്ക് കോണ്ടന്റ് വീഡിയോ ആയിട്ട് പ്രോഗ്രാം ഒക്കെ ചെയ്യാം കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ എന്നൊക്കെ ചോദിച്ചാലും വിത്ത് നീഡ് ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. ഈ സാധനം നമ്മൾ വേറെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിൽ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് തന്നെയാണ് അത്. ഏതൊക്കെയാണ്? ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, ദെൻ സി പി യുവിന്റെ ഫുൾ ഫോം എന്താ? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അതിനകത്ത് ALU അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ്, CU കൺട്രോൾ യൂണിറ്റ് ആൻഡ് മെമ്മറി യൂണിറ്റ്. ഇത്രയും യൂണിറ്റ് ആണുള്ളത്. അതെ, വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ കണ്ടിട്ടുണ്ട്. 2 hours തീർക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മാക്സിമം നമുക്ക് തീർക്കാം, പേടിക്കേണ്ട ആവശ്യമില്ല. 3, 4, 5 പെട്ടെന്ന് തീർക്കാം കേട്ടോ, പേടിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തീർക്കാം. ഞാനും നോമ്പ് നോറ്റിട്ടുണ്ട്. സോ നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും നമുക്ക് തീർക്കണം, വേണ്ടേ? ഓക്കേടാ. അപ്പോ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കോ മക്കളെ. ഈ ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? എന്താണ്? ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, ദെൻ CPU ഉണ്ട്, CPUക്കകത്ത് ALU അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഇൻപുട്ട് യൂണിറ്റ് എന്താണ്? ഇൻപുട്ട് യൂണിറ്റ് കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് അങ്ങോട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കി മാറ്റുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള നമ്മുടെ അടുത്തുള്ള ഡാറ്റ, ഹ്യൂമൻസിന്റെ അടുത്ത് നിന്നുള്ള റെസ്പോൺസ് എന്തിലേക്ക് കൊടുക്കുന്നു? കമ്പ്യൂട്ടറിലേക്ക്. കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഫോമിലേക്ക്, ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. സോ ജനറൽ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചെറുപ്പം മുതലേ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ കണ്ടു വളർന്നവരാണ്. സമയം നോക്കണം, ഇത് എഴുതി വെറുതെ സമയം കളയരുത്. എന്ത് ചെയ്യണം? സമയം നോക്കിയിട്ട് വേണം എല്ലാ പോയിന്റ്സും എഴുതാൻ. ക്ലിയർ ആണോടാ? അപ്പോൾ ഒരുപാട് ഇൻപുട്ട് ഡിവൈസുകൾ ഉണ്ട്. കീബോർഡ്, മൗസ്, സ്കാനർ, ടച്ച് സ്ക്രീന്, ലൈറ്റ് പെൻ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ, ബാർകോഡ് റീഡർ, QR കോഡ് റീഡർ, ബയോമെട്രിക് സെൻസർ, മൈക്രോഫോൺസ്. ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് എഴുതി വെക്കാം. പ്രോഗ്രാം ഒക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നോക്കിക്കോ. രണ്ടാമത്തെ പാർട്ട് ഏതാണ്? ഇൻപുട്ട് യൂണിറ്റ് കഴിഞ്ഞു. ഇനി സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. CPUക്കകത്ത് 3 പാർട്ടുകളാണുള്ളത്. ALU അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്, CU കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, എന്തൊക്കെയാണ് ALU? അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഡെഫിനിഷൻ ഉണ്ടാക്കാൻ പറ്റും. അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന്റെ അകത്ത് നടക്കുന്ന മാത്തമാറ്റിക്കൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത് അണ്ടർ കൺട്രോൾ ഓഫ് ALU ആണ്. ക്ലിയർ? ദെൻ കൺട്രോൾ യൂണിറ്റ് എന്താ? ഓവറോൾ കൺട്രോൾ. ആ ഒരു കമ്പ്യൂട്ടറിൽ നടക്കുന്ന എല്ലാ ഹാർഡ്വെയർ ഡിവൈസിന്റെ ആയിക്കോട്ടെ, എല്ലാ കൺട്രോളും അതിൽ കണക്ട് ചെയ്യുന്ന ഏത് ഡിവൈസും, മൗസ്, കീബോർഡ്, മോണിറ്റർ എന്ന് പറയുന്ന എല്ലാ ഡിവൈസിനെയും കൺട്രോൾ ചെയ്യുന്നത്, മൊത്തം പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? CU കൺട്രോൾ യൂണിറ്റ് ആണ്. ദെൻ രജിസ്റ്റേഴ്സ്. കമ്പ്യൂട്ടറിന്റെ പ്രോസസറിന്റെ അകത്ത് ഒരു സ്മോൾ മെമ്മറി ഉണ്ട്. ഒന്നും കൂടെ എന്താ പറഞ്ഞത്? കമ്പ്യൂട്ടറിന്റെ പ്രോസസറിനകത്ത് ഇതല്ലേ CPU ഒരു പ്രോസസറാണ്. ഇന്റലിന്റെ ഒക്കെ ചിപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പ്രോസസറിന്റെ അകത്ത് ഒരു സ്മോൾ മെമ്മറി സ്പേസ് ഉണ്ട്. ആ സ്മോൾ മെമ്മറി സ്പേസ് ആണ് എന്ത്? രജിസ്റ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പ്രോഗ്രാം ഇന്ന് സിമ്പിൾ പ്രോഗ്രാം എഴുതാൻ നമ്മൾ ഇന്ന് പഠിക്കൂട്ടോ. ഓക്കെ, സിമ്പിൾ ആടാ.
അറേന്ന് എത്ര പ്രോഗ്രാം വരും, അതിൽ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണോ? നാളെ നമ്മൾ അറേനെ ഡിസ്കസ് ചെയ്യും, നാളെ നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്റർ, ദെൻ 4ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ ഡാറ്റ ടൈപ്സ് വരെ നമ്മൾ ഇന്ന് സെറ്റ് ആക്കും. ഓക്കെ, സോ ഫാസ്റ്റ് ഫിസിക്സ് പഠിക്കണം. ഓക്കേടാ, നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തു പോവാം. സ്റ്റോറേജ് യൂണിറ്റ് രണ്ടെണ്ണാണുള്ളത്. ഒന്ന് പ്രൈമറി സ്റ്റോറേജും രണ്ടാമത്തത് സെക്കൻഡറി സ്റ്റോറേജും. പ്രൈമറി സ്റ്റോറേജിന് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്, 1 ഇട്ടിട്ട് മുകളിൽ 0. സെക്കൻഡറി അപ്പം എങ്ങനെയായിരിക്കും, 2 ഇട്ടിട്ട് മുകളിൽ 0. ഓക്കെ അല്ലേടാ? പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. ദെൻ പ്രൈമറി മെമ്മറി റാമും റോമും ആണ്, റാൻഡം ആക്സിസ് മെമ്മറി. റോം എന്താ, റീഡ് ഓൺലി മെമ്മറി ആണ്. സെക്കൻഡറി മെമ്മറി ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മെമ്മറി ആണ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് auxiliary memory. Large capacity and permanently storage space ആണ് ഇതില് ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിക്ക് അകത്തുള്ളത്. ദെൻ ഏതൊക്കെയാണ് സെക്കൻഡറി മെമ്മറി? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്, സെമി കണ്ടക്ടർ മെമ്മറി. ഇതാണ് സെക്കൻഡറി മെമ്മറി ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ പിന്നെ നമുക്ക് എഴുതാനുള്ളത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ഇൻപുട്ട് യൂണിറ്റ് എന്താ പറഞ്ഞത്? ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഫോമിലുള്ള ഡാറ്റ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഫോമിലേക്ക് ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ് എന്താണ്? ഈ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ, ഡിജിറ്റൽ ഫോമിലുള്ള ഡാറ്റ ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ് എന്ത്? ഔട്ട്പുട്ട് യൂണിറ്റുകൾ. മോണിറ്റർ, പ്രൊജക്ടർ, ദെൻ ഹെഡ്ഫോൺ, സ്പീക്കർ, പ്രിന്റർ, ഇതൊക്കെ നിങ്ങൾക്ക് എന്തായിട്ട് പറയാം? ഔട്ട്പുട്ട് യൂണിറ്റുകളായിട്ട് പറയാം. സെറ്റ് അല്ലേടാ? ദെൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആർ റിക്വയർഡ് ഫോർ യൂസേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കമ്പ്യൂട്ടർ ഇസ് കോൾഡ് പെരിഫറൽ ഡിവൈസസ്. ഈ ഒരു ഡിവൈസസുകളെ ഇൻപുട്ട് യൂണിറ്റിനെയും ഔട്ട്പുട്ട് യൂണിറ്റിലുള്ള നമ്മൾ ഒരുപാട് ഡിവൈസ് പറഞ്ഞല്ലോ. അതൊക്കെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ലേ ഈ ഡിവൈസുകളെ നമുക്ക് കോമൺ ആയിട്ട് പെരിഫറൽ ഡിവൈസസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഹാർഡ്വെയർ. എന്താണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാഞ്ചബിൾ അല്ലെങ്കിൽ ടച്ചബിൾ പാർട്ടായിട്ടുള്ള, വിസിബിൾ പാർട്ടായിട്ടുള്ള ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പ്യൂട്ടറിന്റെ ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർഡ്വെയർ ഡിവൈസസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോ മെക്കാനിക്കൽ കോമ്പണൻസ് ആണ് എന്ത്? ഹാർഡ്വെയർ ഡിവൈസസ്. ഇനി രജിസ്റ്റേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റേഴ്സിന് എക്സാമിന് എഴുതേണ്ട കാര്യമാണ് പറയുന്നത്. ഹിയർ വി ഹാവ് 5 ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ആണ്. അക്യുമുലേറ്റർ രജിസ്റ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ. നോക്കിക്കോളൂ, അക്യുമുലേറ്റർ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നടക്കുന്ന മാത്തമാറ്റിക്കലി നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ആ മാത്തമാറ്റിക്കലി അരിത്തമാറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും ഒക്കെ നടക്കുന്ന സമയത്തുള്ള വാല്യൂ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെമ്മറി സ്പേസ് ആണ് എന്ത്? അക്യുമുലേറ്റർ രജിസ്റ്റർ. അങ്ങനെയാണെങ്കിൽ മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്തായിരിക്കും? ഒരു CPU അകത്ത് ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക, ഒരു ഇൻസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അഡീഷൻ ഓപ്പറേഷൻ അല്ലേ നടക്കുന്നത്? എയുടെയും ബിയുടെയും മെമ്മറി അഡ്രസ് ആണ് എന്തിലുണ്ടാവുക? മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ഉണ്ടാവുക. ക്ലിയർ ആണോ? അക്യുമുലേറ്റർ രജിസ്റ്ററിൽ ആ വാല്യൂ മാത്തമാറ്റിക്കൽ വാല്യൂസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷനിലെ വേരിയബിൾസിന്റെ അഡ്രസ് ആണ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ഉണ്ടാവുക. മെമ്മറി ബഫർ രജിസ്റ്ററിൽ ഈ എക്കും ബിക്കും എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ 20ഉം ആണെങ്കിൽ ഈ 10ഉം 20 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് എന്തിലുണ്ടാവുക? മെമ്മറി ബഫർ രജിസ്റ്ററിൽ ഉണ്ടാവുക. ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. എന്ത് ഓപ്പറേഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അഡീഷൻ അല്ലേ? അഡീഷൻ ഓപ്പറേഷൻ ആണ്. സോ എന്ത് ഓപ്പറേഷൻ ആണോ എന്ത് ചെയ്യുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ ഓപ്പറേഷൻ ആണ് എന്ത്?
ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഉണ്ടാവുക, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിൽ എന്താ ഉണ്ടാവുക? PC. പ്രോഗ്രാം കൗണ്ടറിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ. സിമ്പിളാടാ. ഇപ്പൊ അഡീഷൻ നടക്കുന്നതെങ്കിൽ അടുത്ത സബ്ട്രാക്ഷൻ ആണെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിൽ എന്താ ഉണ്ടാവുക? സബ്ട്രാക്ഷൻ ഉണ്ടാവുക. നെക്സ്റ്റ് നടക്കാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ ആണ് എന്തിലുണ്ടാവുക? പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. സോ ഇതാണ് രജിസ്റ്റേഴ്സ്. സിമ്പിൾ അല്ലേടാ? ഇതിൻ്റെ ഇടയ്ക്ക് ആരോ ചോദിച്ചിരുന്നു ഹാർഡ്വെയർ ഡിവൈസിന് എക്സാമ്പിൾ എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് തൊടാനും കാണാനും പറ്റുന്ന എന്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർഡ്വെയർ ഡിവൈസ് ആയിട്ട് കൊടുക്കാം. മോണിറ്റർ, പ്രിന്റർ, പ്രൊജക്ടർ, മൗസ്, കീബോർഡ് ഒക്കെ ഹാർഡ്വെയർ ഡിവൈസുകളാണ്. ഓക്കെ. ഓക്കെ, ഇനി മെമ്മറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ നമ്മൾ രജിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. കമ്പ്യൂട്ടറിലുള്ള മെമ്മറിന്റെ യൂണിറ്റ്സുകൾ എന്തൊക്കെയാണ്? യൂണിറ്റ് ഓഫ് മെമ്മറി, എ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ബൈനറി നമ്പേഴ്സ് ടു സ്റ്റോർ ആൻഡ് പ്രോസസ് ഡാറ്റ. 0യും 1ഉം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെമ്മറിയെ യൂസ് ചെയ്യുന്നത്, മെമ്മറിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 ഇതാണ് എന്ത്? ബേസിക് യൂണിറ്റ് ആണ് ബിറ്റ്. ബിറ്റ് എന്താ? 0 1. 0 എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റ് ആണ്. 0 1 എന്ന് പറഞ്ഞാൽ അനദർ ബിറ്റ് ആണ്. ഓക്കെ. ഇനി 4 ബിറ്റുകൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 0 1 1, 4 ബിറ്റുകൾ കൂടിയാൽ നിബിൾ എന്ന് പറയുന്നു. ഏതാ? 4 ബിറ്റുകൾ കൂടിയാൽ നിബിൾ എന്ന് പറയുന്നു. 8 ബിറ്റാണ് ഒരു ബൈറ്റ്. 8 ബിറ്റാണ് ഒരു ബൈറ്റ്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോടാ? 8 ബിറ്റാണ് ഒരു ബൈറ്റ്. ദെൻ നിങ്ങൾ ഈ ഒരു ടേബിൾ പഠിച്ചാൽ മതി. മെമ്മറിയുടെ സൈസ് ആണ് പറയുന്നത്. 1024 ബൈറ്റ് ആണ് 1 KB. 1024 KB ആണ് 1 മെഗാബൈറ്റ്, MB. ഒരു GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 MB ആണ്. ഒരു TB, ടെറാബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 GB ആണ്. ദെൻ PB, പെറ്റാബൈറ്റ് അല്ലെ? പെറ്റാബൈറ്റ് 1024 TB ആണ്. എക്സാബൈറ്റ് എക്സാബൈറ്റ് EB എന്താ? 1024 PB ആണ്. ദെൻ സെറ്റാബൈറ്റ് 1024 EB ആണ്. YB യോട്ടാബൈറ്റ് 1024 ZB ആണ്. എന്ത്? 1 YB. സോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. മെമ്മറി സൈസ് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ. ഇനി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ റാം ആൻഡ് റോം. റാമും റോമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നോക്കിക്കോളൂ. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആക്സിസ് മെമ്മറി. ദെൻ റോം എന്താ? റീഡ് ഓൺലി മെമ്മറി ആണ്. റാം ഫാസ്റ്റർ ആണ്, റോം കമ്പാരിറ്റീവ്ലി സ്ലോവർ ആണ്. ദെൻ റാമിലാണ് മൊത്തം ഡാറ്റ ഉണ്ടാവുക. റോമിൽ അങ്ങനെ ഡാറ്റയൊന്നും ഉണ്ടാവില്ല. ഡാറ്റ ഉണ്ടാവില്ല എന്നല്ല, നിങ്ങളൊരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ബ്ലാക്ക് സ്ക്രീനിൽ വൈറ്റ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ വൈറ്റ് സ്ക്രീനിൽ ബ്ലാക്ക് ലെറ്റേഴ്സ് ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ? ബൂട്ടിംഗ് ടൈം എന്നാണ് അതിന് പറയാ. ഒരു കമ്പ്യൂട്ടറിന്റെ ബയോസ് ആണ് അതിലുണ്ടാവുക. അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക റോമിലാണ്. റോം ഒരു റീഡ് ഓൺലി മെമ്മറി ആണ്. റോമിലുള്ള ഡാറ്റ നമുക്ക് വായിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ക്ലിയർ? ബട്ട് റാം അങ്ങനെയല്ല, റാൻഡം ആക്സിസ് മെമ്മറി ആണ്. റാമിന് നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഓപ്ഷൻ നമുക്ക് എന്തിലുണ്ട്? റാമിലുണ്ട്. റോമിൽ റീഡ് ഓൺലി മാത്രമാണ്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, റാം വോളറ്റൈൽ മെമ്മറിയാണ്. റോം നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. എന്താണ് വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടറിന്റെ മെമ്മറി വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഉള്ളപ്പം മാത്രമേ അതിൽ ഡാറ്റ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. കറണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ഡാറ്റ ഡിലീറ്റ് ആയി പോവും. മനസ്സിലായോ? ഇനി റോം എന്താ? കറണ്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അടുത്ത ഡാറ്റ അതിൽ തന്നെ ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് റാമും റോമും തമ്മിലുള്ള വ്യത്യാസം. വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മനസ്സിലായല്ലോ? കറണ്ട് ഉള്ളപ്പം മാത്രം വർക്ക് ചെയ്യുന്ന മെമ്മറിയാണ് വോളറ്റൈൽ മെമ്മറി. കറണ്ട് പോയാലും ഇല്ലെങ്കിലും അടുത്ത ഡാറ്റ അതിൽ തന്നെ ഉണ്ടാവും. അതാണ് എന്ത്? റാം. നോൺ വോളറ്റൈൽ മെമ്മറി. റാം നോൺ വോളറ്റൈൽ മെമ്മറിക്കല്ല, സോറി, വോളറ്റൈൽ മെമ്മറിക്ക് എക്സാമ്പിൾ ആണ് റാം. നോൺ വോളറ്റൈൽ മെമ്മറിക്ക് എക്സാമ്പിൾ ആണ് റോം. ഇനി ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വെരി ഹൈ സ്പീഡ് മെമ്മറി പ്ലേസ്ഡ് ബിറ്റ്വീൻ CPU ആൻഡ് പ്രൈമറി മെമ്മറി. നോക്കിക്കോളൂ, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു പേജ് ആഡ് ചെയ്യാം. CPU ഉണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അതിനകത്ത് രജിസ്റ്റേഴ്സ് ഉണ്ട്. CPUവിൻ്റെ അകത്ത് രജിസ്റ്റേഴ്സ് ഉണ്ട്. ദെൻ ഇവിടെ ഒരു മെമ്മറി ഉണ്ട്, ഇവിടെ ഒരു മെമ്മറി ഉണ്ട്, ഇവിടെ വേറൊരു മെമ്മറി ഉണ്ട്. കുറെ പെട്ടികൾ വരച്ചിട്ടുണ്ടല്ലേ. ഇതാണ് മക്കളെ ക്യാഷ് മെമ്മറി. ഇവിടെ നമ്മൾ പറഞ്ഞ ക്യാഷ് മെമ്മറി. ഇത് പ്രൈമറി മെമ്മറി, ഇത് സെക്കൻഡറി മെമ്മറി. അപ്പോ എന്താ പറഞ്ഞത്? CPU-ക്കും പ്രൈമറി മെമ്മറി, നമ്മുടെ റാമില്ലേ, റാമിൻ്റെയും ഇൻ ബിറ്റ്വീനില് ഒരു മെമ്മറി ഉണ്ട്, അതാണ് ക്യാഷ് മെമ്മറി. സോ CPU നേരിട്ട് ക്യാഷ് മെമ്മറി ആക്സസ് ചെയ്യും, അത് ഡാറ്റ ഇങ്ങോട്ടും കൊടുക്കും. ദെൻ ഇവിടെ ക്യാഷ് മെമ്മറിക്കകത്തേക്ക് എവിടുന്നാ ഡാറ്റ കിട്ടുന്നത്? ഇവിടുന്ന് പ്രൈമറി മെമ്മറിയിൽ നിന്നാണ് ക്യാഷ് മെമ്മറിയിലേക്ക്. പ്രൈമറി മെമ്മറി മീൻസ് നമ്മുടെ റാമിൽ നിന്നാണ് ക്യാഷ് മെമ്മറിയിലേക്ക് ഡാറ്റ കിട്ടുന്നത്. ദെൻ നേരിട്ട് നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. ദെൻ പ്രൈമറി മെമ്മറി റാമിലേക്ക് എവിടുന്ന ഡാറ്റ കിട്ടുന്നത്? സെക്കൻഡറി മെമ്മറിയിൽ നിന്ന്. ഇതാണ് കംപ്ലീറ്റ് ഫിഗർ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ റാം എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്താൽ നോക്കിക്കോളൂ, CPU-ന്റെ അകത്തൊരു സ്മോൾ മെമ്മറി ഉണ്ട്, അതാണ് രജിസ്റ്റേഴ്സ്. അതും റാമിന്റെയും CPU-ന്റെയും ഇടയ്ക്കൊരു സ്മോൾ മെമ്മറി സ്പേസ് ഉണ്ട്, അതാണ് എന്ത്? ക്യാഷ് മെമ്മറി. ദെൻ ക്യാഷ് മെമ്മറിയിലേക്ക് ഡാറ്റ എവിടുന്നാ കിട്ടുക? റാമിൽ നിന്നാണ് കിട്ടുക. റാൻഡം ആക്സസ് മെമ്മറിയിൽ നിന്നാണ് ക്യാഷ് മെമ്മറിയിലേക്ക് ഡാറ്റ കിട്ടുന്നത്. ദെൻ റാമിലേക്ക് എവിടുന്ന ഡാറ്റ കിട്ടുക? സെക്കൻഡറി മെമ്മറിയിൽ നിന്നാണ് കിട്ടുക. സോ ഇതാണ് മക്കളെ നിങ്ങൾക്ക് മെമ്മറിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമ്മൾ നേരത്തെ പഠിച്ച സെക്കൻഡറി മെമ്മറി, ഓൾസോ കോൾഡ് ഓക്സിലറി മെമ്മറി, ഇവിടുത്തെ ഈ ഒരു 2⁻0 എന്ന് പറഞ്ഞ സെക്കൻഡറി മെമ്മറി ആണ്. ഓക്കെ, നൗ e-waste. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, അതും നിങ്ങൾക്ക് കത്തിയടിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇ വേസ്റ്റ്. നിങ്ങൾ ഫിഗറിൽ കാണുന്നത് പോലെ ഒരുപാട് ഇ വേസ്റ്റുകൾ ഉണ്ട്. സോ ഇ വേസ്റ്റിനെ കുറിച്ച് പോയിന്റ് വൈസ് ആയിട്ട് മനസ്സിലാക്കി വെക്കും മക്കളെ. ഇവിടെ മോർ ദാൻ 300 മില്യൺ കമ്പ്യൂട്ടേഴ്സും 1 ബില്യൺ സെൽഫോൺസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോ? പെർ ഇയറിൽ. ഓരോ ഇയറിലും ഇത്രയും കമ്പ്യൂട്ടേഴ്സും ഇത്രയും മൊബൈൽ ഫോൺസും. ഇത് കുറച്ച് പഴയ കണക്കാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയ സമയത്തുള്ള കണക്കാണ്. ഇപ്പോൾ അതുക്കും കൂടുതലാണ് അല്ലേ, അതിലും കൂടുതലാണ്, കുറവല്ല, കൂടാനേ സാധ്യത കൂടുതലുള്ളൂ. ദെൻ എന്താണ് ഇങ്ങനെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഇങ്ങനെ കൂടാൻ കാരണം, മൊബൈൽ ഫോൺസ് ഒക്കെ ഇങ്ങനെ കൂടാൻ കാരണം? നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച്, അതായത് മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച്. ഐഫോൺ 30 ഉള്ള ഒരാൾക്ക് 13 Pro വേണ്ടി വരും. ദെൻ 13 Pro ഉള്ളവർക്ക് 14 വേണ്ടി വരും, 14 Pro വേണ്ടി വരും. ദെൻ അപ്ഡേഷൻ ഇറങ്ങുന്നതിനനുസരിച്ച് എന്താണ്, പുതിയ പുതിയ ഫോണുകളായിരിക്കും നമുക്ക് വേണ്ടി വരിക. അതുപോലെ തന്നെയാണ് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിന്റെ കേസിലും നമ്മുടെ അപ്ഡേഷൻ അനുസരിച്ച് നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. സാറിന് നോമ്പുണ്ടോ? നോമ്പുണ്ട്. ഓക്കെ, അപ്പോ ഈ കണക്ക് ഞാൻ പറഞ്ഞു. 300 മില്യൺ കമ്പ്യൂട്ടേഴ്സും 1 ബില്യൺ മൊബൈൽ ഫോൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം അതിൽ 50 മില്യൺ ടൺ ഇ വേസ്റ്റ് ആണ് ഓരോ വർഷവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ, 50 മില്യൺ ടൺ ഇ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വെറും 15 മുതൽ 20% മാത്രമേ റീസൈക്ലിങ്ങിന് കൊടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ലാൻഡ് ഫില്ലിങ്ങും ഇൻസിനറേഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്താ ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കുഴിയെടുത്ത് മൂടി കുഴിച്ചിടുന്നു. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. സോ എന്താണ് ഈ വേസ്റ്റിന്റെ പ്രശ്നം? മക്കളെ, എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കണം. മെർക്കുറി, ലെഡ്, കാഡ്മിയം, BFA ഒക്കെ
എന്താണ് ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. ഹ്യൂമന്റെ ബോഡിക്ക് അതുപോലെ തന്നെ അനിമൽസിനൊക്കെ ടോക്സിക് മെറ്റീരിയൽസ് ആണ്. സോ ഇതുപോലുള്ള ടോക്സിക് മെറ്റീരിയൽസ് ഈ വേസ്റ്റിൽ ഉണ്ടായത് കൊണ്ടാണ് ഇത് ഇത്രക്കും പ്രശ്നമാണെന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്രത്തോളം ഭീകരമായിട്ടുള്ള കാര്യമാണെന്ന്. അത് കൺട്രോൾ ചെയ്യാൻ CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഗവൺമെന്റ് അല്ലെ, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു റൂൾ ഇറക്കി. ദ ഇ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ 2011. പേര് പഠിച്ചു വെക്കണം. ദ ഇ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ 2011 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ബട്ട് അത് നടപ്പിലാക്കുക സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. അത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നത്. പോയിന്റ്സ് പഠിച്ചു വെക്കണേ. ഓക്കെ, then e-waste disposal methods ഏതൊക്കെയാണ്? എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. e-waste disposal methods ഏതൊക്കെയാണ്? റീയൂസ്, ഇൻസിനറേഷൻ ആൻഡ് റീസൈക്ലിംഗ്, ലാൻഡ് ഫില്ലിംഗ്. ഏതൊക്കെയാണ്? റീയൂസ്, ഇൻസിനറേഷൻ ആൻഡ് റീസൈക്ലിംഗ് ഓഫ് e-waste ആൻഡ് ലാൻഡ് ഫില്ലിംഗ്. ഇതെന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഓക്കെ, മോഡലിന് വാട്ട് ഈസ് e-waste എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. വാട്ട് ഈസ് e-waste എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്ലൈ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. റിപ്ലൈ മീൻസ് എക്സാമിന് എഴുതേണ്ടതാണ്. എന്താണ് e-waste? ഇങ്ങനെയാണ് e-waste. ഇലക്ട്രോണിക് വേസ്റ്റുകളാണ് e-waste എന്ന് പറയുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഫോൺസും ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അൺയൂസ്ഡ് ആയിട്ട്, അത് കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അൺയൂസ്ഡ് ആയിട്ട് വെറുതെ വലിച്ചെറിയും. അതാണ് e-waste ആയിട്ട് വരുന്നത്. ഈ കണക്കുകളും കാര്യങ്ങളൊക്കെയാണ് അതിൽ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഈ ടോക്സിക് സബ്സ്റ്റൻസ് മെർക്കുറി, കാഡ്മിയം, ബ്രോമൈറ്റഡ് ഫ്ലെയിം റിട്ടാർഡന്റ്, ഓക്കെ, അതായത് BFR ഒക്കെയാണ് എന്തുള്ളത് ഇതില് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉള്ളത്. അത് എഴുതുക. ദെൻ ഈ ഒരു കൺട്രോൾ ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ എങ്ങനെയാണ് ഇത് ഡിസ്പോസൽ ചെയ്യുന്നത്? ഇത് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഡിസ്പോസൽ മെത്തേഡ് ഒന്ന് റീയൂസ് ആണ്. നമ്മൾ വീണ്ടും നന്നാക്കിയിട്ട് യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യുക. ഇൻസിനറേഷൻ, ഹൈ ടെമ്പറേച്ചറിൽ ഈ ഒരു വേസ്റ്റിനെ കത്തിച്ച് കളയാണ് ചെയ്യേണ്ടത്. ദെൻ റീസൈക്ലിംഗ് ഓഫ് e-waste, നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് റീസൈക്ലിങ്ങിന് കൊടുക്കാറില്ലേ, റീസൈക്കിൾ കൊടുക്കുക. ദെൻ ലാൻഡ് ഫില്ലിംഗ് എന്താ? ആരും പ്രൊമോട്ട് ചെയ്യാത്ത ഒരു ഡിസ്പോസൽ മെത്തേഡ് ആണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു കുഴി എടുത്തിട്ട് അതിലിട്ടിട്ട് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യേണ്ടത്. ബട്ട് അതൊരിക്കലും നശിച്ചു പോകുന്നില്ല കേട്ടോ. ക്ലിയർ? ആൻഡ് സ്റ്റുഡൻസ് റൂൾ ഇൻ e-waste ഡിസ്പോസൽ. ഒരു സ്റ്റുഡന്റ് എന്ന നിലക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ബൈയിങ് അൺനെസസറി എക്യുപ്മെന്റ്സ്. അതായത് അനാവശ്യമായിട്ട് ഈ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് വാങ്ങിക്കാതിരിക്കുക. അതാണ് നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തത്, നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ സാധനം കേടുവന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുക. പോയിന്റ്സ് മനസ്സിലാക്കി വെക്കണേ മക്കളെ. ഒന്നാമത്തത് എന്താ? അൺനെസസറി ആയിട്ട് വെറുതെ ആവശ്യമില്ലാതെ വാങ്ങിക്കാതിരിക്കുക. രണ്ടാമത്തത്, വാങ്ങിച്ച സംഭവം കേടുവന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുക. മൂന്നാമത്തത്, റീസൈക്ലിങ്ങിന് കൊടുക്കുക. എന്താണ്? റീസൈക്ലിങ്ങിന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ദെൻ നിങ്ങൾ വിചാരിക്കും, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ചെറിയ ഡിവൈസ് അല്ലേ ഉള്ളൂ, ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട്, അത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞു, അത് റീസൈക്ലിങ്ങിനൊന്നും കൊടുക്കണ്ട, വെറുതെ വലിച്ചെറിയാം. അങ്ങനെ എല്ലാവരും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഒന്നേ ഉള്ളൂ, അതിൽ ഇങ്ങനെ ഈ വേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ക്ലിയർ? ദെൻ നെക്സ്റ്റ്, ബൈയിങ് ഡ്യൂറബിൾ ആൻഡ് എഫിഷ്യന്റ് ആൻഡ് ക്വാളിറ്റി ആൻഡ് ടോക്സിക് ഫ്രീ ഗുഡ് വാറന്റി പ്രൊഡക്റ്റ്. അതായത് വാങ്ങിക്കുന്ന സമയത്ത് നല്ല പ്രൊഡക്റ്റ് നോക്കി വാങ്ങിക്കുക. ക്യാഷ് ലാഭം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ലോക്കൽ സാധനം വാങ്ങിക്കരുത്. വാങ്ങിക്കുന്ന സമയത്ത് ഗുഡ് ക്വാളിറ്റി ഉള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിവൈസ് തന്നെ വാങ്ങിക്കുക. ദെൻ
ഇനി ഇൻ കേസ് കേട് വന്നു, അത് നന്നാക്കാൻ പറ്റുന്നില്ല, റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, റീയൂസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. വെറുതെ ആവശ്യമില്ലാതെ കളയാതെ, ആവശ്യമില്ല വലിച്ചെറിഞ്ഞ് കളയാതെ എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ദെൻ ബൈ റീചാർജബിൾ ബാറ്ററി പ്രൊഡക്ട്സ്. വാങ്ങിക്കുന്ന സമയത്ത് ബാറ്ററി നമ്മൾ കണ്ടിട്ടില്ല, പെൻസിൽ ബാറ്ററി ഒക്കെ, അത് ചിലത് റീചാർജബിൾ ഉണ്ട്, റീചാർജബിൾ അല്ലാത്തതും ഉണ്ട്. ആ റീചാർജബിൾ അല്ലാത്തതിലൊക്കെ മെർക്കുറി ഒക്കെ ഉണ്ട്. സോ അത് മെർക്കുറി സെല്ലുകൾ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഫിസിക്സിന്റെ എക്സാം എഴുതാൻ പോകുന്നവരാണ്. സോ കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം കഴിഞ്ഞിട്ടാണ് ഫിസിക്സിന്റെ എക്സാം ഉള്ളത്. ആ ഒരു സെല്ലുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും മെർക്കുറിക് സെല്ലൊക്കെ ഉണ്ട്, അതിൽ മെർക്കുറി ആണ് ഉണ്ടാവുക, അത് ടോക്സിക് ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ബൈ റീചാർജബിൾ ബാറ്ററി ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ വാങ്ങിക്കാൻ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് സോഫ്റ്റ്വെയർസിനെ കുറിച്ചാണ്. ഈ ഒരൊറ്റ സ്ലൈഡിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർസ് നോക്കാം, സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. സോഫ്റ്റ്വെയർസിനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ അഗെയിൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. ദെൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മുടെ പ്രോസസ്സുകൾ ക്ലിയർ അല്ലേടാ? വാട്സപ്പ് ചാറ്റ് ചെയ്യാനും വേണ്ടി, വാട്സപ്പിൽ കോൾ ചെയ്യാനും വേണ്ടി, മെസ്സേജ് അയക്കാനും വേണ്ടി നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നു. ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സോ നമ്മുടെ പ്രോസസ്സുകൾ എളുപ്പമാക്കാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അത് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഇപ്പൊ മൈക്രോസോഫ്റ്റ് എക്സൽ അല്ലെങ്കിൽ പവർ പോയിന്റ് ഒക്കെ അല്ലേ എല്ലാവർക്കും ഒരുപോലെയാണ് കിട്ടുക അല്ലേ? ഇപ്പൊ വാട്സപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അല്ലേ? എനിക്കും അതുപോലെ തന്നെയല്ലേ? ഇൻസ്റ്റഗ്രാം എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ? ഓക്കെ, വാട്സപ്പ് ഒരു ആപ്ലിക്കേഷൻ ആണ്, ഇൻസ്റ്റഗ്രാം ഒരു വെബും ഉണ്ട് കേട്ടോ, വാട്സപ്പ് വെബും ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ അതാണ് മക്കളെ ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആൻഡ് കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ത് കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടൈലർ മെയ്ഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് ഇപ്പോ എയ്ഗൺ നിങ്ങൾക്കായിട്ട് എയ്ഗൺ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇതുവരെ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നമുക്ക് നെക്സ്റ്റ് ഇയറിൽ സെറ്റ് ആക്കാം. ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആപ്പ് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയൊക്കെ ക്ലാസ് വേണം, അതിലെന്തൊക്കെയാ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ എയ്ഗന്റെ ആപ്പ് വരുന്നത്. ഓക്കെ അല്ലേടാ? അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പുകളാണ് സ്പെഷ്യൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ ഒക്കെ എന്തിനാ? ഹാർഡ്വെയർസിനെ ഹാർഡ്വെയറിനെ യൂസേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ, യൂസേഴ്സിന് ഹാർഡ്വെയർ ആയിട്ട് കണക്ട് ചെയ്യാനാണ് നമ്മൾ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും യൂസേഴ്സിൻ്റെയും ഹാർഡ്വെയർ ഡിവൈസുകളുടെയും ഇടയിലുള്ള ഇന്റർഫേസ് ആണ് സോഫ്റ്റ്വെയർ. ദെൻ സിസ്റ്റം സോഫ്റ്റ്വെയർ മൂന്നെണ്ണാണ് പറഞ്ഞത്: ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. എന്താണ് OS എന്താ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ടും OS വേണം. ഇപ്പൊ നമ്മൾ ഒരു മനുഷ്യന് സോൾ ഉണ്ട്, സോൾ ഇല്ലേടാ? സോൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആത്മാവില്ലാത്ത ആരുമില്ല. സോ സോൾ ഉണ്ടെങ്കിൽ ആ ഒരു ഹ്യൂമന്റെ സോളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ നമുക്ക് കയ്യും കാലൊക്കെ അല്ലേ? കയ്യും കാലൊക്കെ എന്താണ്? നമ്മൾ ഓരോ വർക്കും കാര്യങ്ങളും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ കയ്യും കാലും ഒക്കെ. ഓക്കെ, അപ്പൊ ഈ കയ്യും കാലും ഇതൊക്കെ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഒരു പ്രോഗ്രാമിൽ തന്നെ എത്ര ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു OS മസ്റ്റ് ആണ്, ഒരു OS നിർബന്ധമാണ്. ദെൻ OS ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ടായിട്ട് കാര്യമില്ല, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിലും OS ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. കണ്ടില്ലേ? കയ്യും കാലും ഇല്ലാത്തവരും ജീവിക്കുന്നില്ലേ? കണ്ണില്ലാത്തവർ ജീവിക്കുന്നില്ലേ? ഓക്കെ അല്ലേ? സോ
ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഇല്ലെങ്കിലും OS ഉണ്ടായാൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. ദെൻ OS ഇല്ല, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടായിട്ട് കാര്യമില്ല. മനുഷ്യന് ജീവനില്ല, പക്ഷെ കയ്യും കാലും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെയാണ് OSന്റെ പ്രത്യേകത. OS ആണ് എൻ്റെ പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത്. സോഫ്റ്റ്വെയർസ് എല്ലാം വിത്തൗട്ട് OS ദ സോഫ്റ്റ്വെയർ ക്യാൻ നോട്ട് വർക്ക്. ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യില്ല. എൻ്റെ പ്രോസസ്സിനെ, എൻ്റെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് OS ആണ്. ഓക്കെ, വിൻഡോസ് OS ഉണ്ട്, ലിനക്സ് OS ഉണ്ട്, മാക്കിൻടോഷ്, ഉബുണ്ടു, ഫെഡോറ, ആൻഡ്രോയിഡ്, iOS, അങ്ങനെ ഒരുപാട് OSകൾ ഉണ്ട്. എക്സാമ്പിൾ കൊടുക്കണം. ക്ലിയർ? കണ്ടോ, എല്ലാ പ്രോസസ്സുകളെയും, മെമ്മറി ആയിക്കോട്ടെ, അതുപോലെ പ്രോസസ് ആയിക്കോട്ടെ, ഫയൽസ് ആയിക്കോട്ടെ, ഡിവൈസുകളായിക്കോട്ടെ, എല്ലാത്തിനെയും മാനേജ് ചെയ്യുന്നത് OS ആണ്. ആൻഡ് ഫങ്ഷൻസ് ഓഫ് OS റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് OSന്റെ ഫങ്ഷൻസ്? ഒന്ന്, കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള എൻ്റെ പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്. അതിൽ കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളെയും മാനേജ് ചെയ്യുന്നതൊക്കെ ആരാണ്? OS ആണ്. ആൻഡ് നെക്സ്റ്റ് ആണ് ലാംഗ്വേജ് പ്രോസസ്സസ്. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് പറയുന്നതിന് മുമ്പ് എന്താണ് ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാംഗ്വേജ് ഇപ്പൊ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഇതൊക്കെ ലാംഗ്വേജാ, കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജാ. അതുപോലെ കമ്പ്യൂട്ടറിന് ഒരു ലാംഗ്വേജ് ഉണ്ട്, മെഷീൻ ലാംഗ്വേജ്. അത് മാത്രമേ കമ്പ്യൂട്ടറിന് അറിയത്തുള്ളൂ. 0ഉം 1ഉം മാത്രം അടങ്ങിയിട്ടുള്ള ലാംഗ്വേജ് ആണ് എന്ത്? മെഷീൻ ലാംഗ്വേജ്. അപ്പോ ഹ്യൂമൻ ബീയിങ്സിന് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ലാംഗ്വേജുകളാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായിട്ട് പറയുന്നത്. ഹിയർ വി ഹാവ് 2 ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇത് രണ്ടുമാണ് ഉള്ളത്. സോ ലോ ലെവൽ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണ്, മെഷീൻ ഡിപ്പെൻഡന്റ് ലാംഗ്വേജ് ആണ്. ഒരു മെഷീൻ ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ മെഷീൻ ഡിപ്പെൻഡന്റ് ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും നമുക്ക് ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് പറയാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ലാസ്റ്റ് സെഷനിൽ ട്യൂറിംഗ് മെഷീൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? ആ ഏരിയയിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കുറിച്ച് പഠിച്ചു. ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണ്. രണ്ടാമത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് പിന്നെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? അസംബ്ലി ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെയാണ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ അസംബ്ലി ലാംഗ്വേജ് ആണ്. തേർഡ് ജനറേഷൻ മുതൽ അങ്ങോട്ട് എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജ് തന്നെയാണ്. സോ ഇവിടെ കോമൺ ആയിട്ട് മെഷീൻ ലാംഗ്വേജിനെയും അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജിനെയും ലോ ലെവൽ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. മെഷീൻ ഡിപ്പെൻഡന്റ് ലാംഗ്വേജ് ആണ്. അതായത് ഒരു CPU-ൽ നമ്മൾ കോഡ് എഴുതി കഴിഞ്ഞാൽ ആ കോഡ് മെഷീൻ ലാംഗ്വേജോ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് വെച്ചിട്ട് കോഡ് എഴുതിയത് എങ്കിൽ ആ കമ്പ്യൂട്ടറിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. വേറൊരു കമ്പ്യൂട്ടറിലേക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ മെഷീൻ ലാംഗ്വേജ് എന്താണ്? 0സും 1സും മാത്രം അടങ്ങിയിട്ടുള്ള ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആണ്. ഇപ്പോ ആഡ് A, B, sub AX, ഓക്കെ. അങ്ങനെ ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആണ് എന്ത്? അസംബ്ലി ലാംഗ്വേജ്. പക്ഷേ അസംബ്ലി ലാംഗ്വേജും എന്ത് തന്നെയാണ്? മെഷീൻ ഡിപ്പെൻഡന്റ് ലാംഗ്വേജ് തന്നെയാണ്. ക്ലിയർ അല്ലേടാ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഹൈ ലെവൽ ലാംഗ്വേജ്, നെക്സ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ ഇൻഡിപെൻഡന്റ് ലാംഗ്വേജ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മെഷീൻ ഇൻഡിപെൻഡന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ത്? ഹൈ ലെവൽ ലാംഗ്വേജ്. ഈസ് ഇറ്റ് ക്ലിയർ ഓർ നോട്ട്? ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ ഡിപ്പെൻഡന്റ് ലാംഗ്വേജ് ആണ്. ലൈക്ക് C++, ജാവ, VB, പൈത്തൺ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ നമുക്ക് എന്ത് പറയാം? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ബട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണ്? അതിന് സെറ്റ് ഓഫ് റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിൽ ഒരു കോഡ് എഴുതുക. ആ കോഡ് എഴുതിയാൽ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് വേണം. അണ്ടർസ്റ്റുഡ് അല്ല? അത് മനസ്സിലാവാൻ
ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് വേണം. അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിന് മനസ്സിലാക്കണമെങ്കിൽ അതിന് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് വേണം. ഓക്കെ, എന്താണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ചെയ്യുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ കോഡിനെ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ കോഡിനെ എന്തിലേക്ക് മാറ്റുന്നു? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. സോ മക്കളെ, ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ കോഡിനെയും മെഷീൻ അല്ല, അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ കോഡിനെയും കോമൺ ആയിട്ട് നമുക്ക് സോഴ്സ് കോഡ് എന്ന് വിളിക്കാൻ പറ്റും. സോഴ്സ് കോഡ് മനസ്സിലായോ? C++ൽ നിങ്ങൾ എഴുതിയ കോഡിന് നിങ്ങൾ സോഴ്സ് കോഡ് എന്നല്ലേ പറയാറ്. സോ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ കോഡിനെയും അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ കോഡിനെയും സോഴ്സ് കോഡ് എന്ന് പറയുന്നു. ദെൻ അതിന് നമ്മൾ കൺവേർട്ട് ചെയ്ത് മെഷീൻ കോഡിലേക്ക് ആക്കി മാറ്റൂലേ, അതിനെ മെഷീൻ കോഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നു. ഓക്കെ ആണോ? ദെൻ രണ്ട് തരത്തിലല്ല 3 തരത്തിലാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഉള്ളത്. അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റർ. അപ്പോ എന്താണ് അസംബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അസംബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. ശ്രദ്ധിക്കൂ മക്കളെ, ശ്രദ്ധിക്കൂ. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ, സീറോസും വൺസിലേക്കും ആക്കി മാറ്റാൻ എന്ത് യൂസ് ചെയ്യുന്നു? അസംബ്ലർ യൂസ് ചെയ്യുന്നു. അതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റാൻ കമ്പൈലറും ഇന്റർപ്രറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് കമ്പൈലറിന്റെയും ഇന്റർപ്രറ്ററിന്റെയും ഡിഫറൻസ് പറയൂ. കമ്പൈലറിന്റെയും ഇന്റർപ്രറ്ററിന്റെയും ഡിഫറൻസ് അപ്പൊ എന്താ? കമ്പൈലർ മൊത്തം സ്കാൻ ചെയ്തിട്ട് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യും? മെഷീൻ കോഡിലേക്ക് മാറ്റും. എങ്ങനെ കമ്പൈലർ മൊത്തം സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? എറേഴ്സ് ഒക്കെ കാണിച്ചു തന്ന് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് മെഷീൻ കോഡിലേക്ക് മാറ്റും. ബട്ട് ഇന്റർപ്രറ്റർ അങ്ങനെയല്ല, ജിറ്റ് കമ്പൈലേഷൻ ആണ്, ജസ്റ്റ് ഇൻ ടൈം, അതായത് ലൈൻ ബൈ ലൈൻ കമ്പൈലേഷൻ ആണ്. ഒന്നും കൂടെ, ഇന്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ കമ്പൈലേഷൻ ആണ്, ബട്ട് കമ്പൈലർ മൊത്തം സ്കാൻ ചെയ്തിട്ട് മൊത്തം കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എറേഴ്സ് കാണിച്ചു തരും. ഇത് ഒരു ലൈൻ എടുക്കും, കൺവേർട്ട് ചെയ്യും, എറർ കാണിച്ചു തരും. അങ്ങനെയാണ് ലൈൻ ബൈ ലൈൻ കമ്പൈലേഷൻ ആണ് എന്തിലുള്ളത്? നമ്മുടെ ഇന്റർപ്രറ്ററിലുള്ളത്. കമ്പൈലറിൽ മൊത്തം സ്കാൻ ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേടാ? നെക്സ്റ്റ് ഇതാണ് എന്ത്? സോഴ്സ് കോഡ്. സോഴ്സ് കോഡിനെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ക്ലിയർ? ആൻഡ് ദാ ഇവിടെ കണ്ടോ, അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ കോഡ് ഉണ്ട്. മൂവ് CL, ലോഡ് CL ആൻഡ് മൂവ് DL. ഇതിനെയൊക്കെ അസംബ്ലർ മെഷീൻ കോഡിലേക്ക് മാറ്റും. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ C++ന്റെ കോഡിനെ കമ്പൈലറോ അല്ലെങ്കിൽ ഇന്റർപ്രറ്ററോ എന്തിലേക്ക് മാറ്റും? മെഷീൻ കോഡിലേക്ക് മാറ്റും. സിമ്പിൾ അല്ലേടാ? ഓക്കെ. സിസ്റ്റം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, അതായത് ഈ സോഫ്റ്റ്വെയറിന് ഒരു പ്രത്യേകത ഉണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ അല്ലെങ്കിൽ OSനെ പോലെയല്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്യും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്യും. ലൈക്ക് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, ഡിസ്ക് ക്ലീനർ സോഫ്റ്റ്വെയർ, ഡിസ്ക് കംപ്രഷൻ സോഫ്റ്റ്വെയർ, ബാക്കപ്പ് സോഫ്റ്റ്വെയർ. നമ്മളിപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഡയറക്റ്റ് ഈ സോഫ്റ്റ്വെയർസ് ഇങ്ങനെ യൂസ് ചെയ്യില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതാണ് എന്ത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, ഡിസ്ക് ക്ലീനർ സോഫ്റ്റ്വെയർ, ഡിസ്ക് ക്ലീനർ ടൂൾ, ഡിസ്ക് കംപ്രഷൻ സോഫ്റ്റ്വെയർ, ബാക്കപ്പ് സോഫ്റ്റ്വെയർ. ഇതൊക്കെ എന്താണ്? സിസ്റ്റം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. ആൻഡ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്, FOSS, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ആ സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിന്റെ കോഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് എന്ത് എഡിറ്റിംഗും വരുത്താം. ഇതാണ് ചില സോഫ്റ്റ്വെയർസ് നമുക്ക് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. അതിന്റെ സോഴ്സ് അടക്കം നമുക്ക് കിട്ടും. അതാണ് എന്ത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ക്ലിയർ അല്ലേടാ? പൈത്തൺ, ലിബർ ഓഫീസ്, ഓപ്പൺ ഓഫീസ്, മൊസില്ല ഫയർഫോക്സ്, അതായത് ലിനക്സിന്റെ എല്ലാം നമുക്ക് സോഴ്സ് അടക്കം കിട്ടും. അതാണ് പറയുന്നത്. സോ അതാണ് FOSS, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ക്ലിയർ?
ആൻഡ് ഫ്രീ വയർ എന്താ? ഫ്രീ വയർ വളരെ സിമ്പിൾ ആണ്, ഫ്രീ ആയിട്ട് കിട്ടും ബട്ട് സോഴ്സ് കിട്ടത്തില്ല. ഫ്രീ ആയിട്ട് കിട്ടും, ഫ്രീലി അവൈലബിൾ ആണ്, ബട്ട് സോഴ്സ് കോഡ് നോട്ട് ബി അവൈലബിൾ. നേരത്തെ എന്താ പറഞ്ഞത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സിൽ മൊത്തം സോഫ്റ്റ്വെയർ നമുക്ക് അതിന്റെ കോഡ് അടക്കം ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ സോഫ്റ്റ്വെയർ കിട്ടും, നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, ബട്ട് അതിന്റെ കോഡ് കിട്ടത്തില്ല. ഇനി എക്സാമ്പിൾ ഉണ്ട്, സ്കൈപ്പ്, അഡോബ് റീഡർ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഫ്രീ വയർ ആൻഡ് ഷെയർ വയർ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീ വയർ ആൻഡ് ഷെയർ വയർ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫ്രീ വയറും ഷെയർ വയറും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നാമത്തെ എന്താ? ഫ്രീ വയർ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, മൊത്തം ടൂളുകളും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ബട്ട് ഷെയർ വയർ അങ്ങനെയല്ല, നമുക്ക് പുതിയത് പൈസ കൊടുത്ത് വാങ്ങുന്നതിന് മുമ്പ് ഒരു ട്രയൽ വേർഷൻ കിട്ടാറില്ലേ? ആ ട്രയൽ വേർഷൻ ആണ് ഷെയർ. അതിൽ മൊത്തം എന്ത് കിട്ടില്ല? മൊത്തം സോഫ്റ്റ്വെയർ ഒന്നും കിട്ടത്തില്ല, മൊത്തം ടൂൾസ് ഒന്നും നമുക്ക് ഷെയർ വയറിന്ന് കിട്ടത്തില്ല. എന്തെന്ന് കിട്ടുള്ളൂ? ഫ്രീ വയറിനെ മൊത്തം ടൂൾ കിട്ടുള്ളൂ. ഷെയർ വയറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ടൂളുകൾ മാത്രം കിട്ടും. ദെൻ ബാക്കി അങ്ങോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അതായത് നമ്മുടെ ട്രയൽ വേർഷൻ ഇല്ലേടാ, ട്രയൽ വേർഷൻ എല്ലാവരും ചെയ്യുന്നതല്ലേ, അതാണ് എന്ത്? ഷെയർ വയർ. ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ഓഫ് കോസ്റ്റ്, മറ്റത് അങ്ങനെയല്ല, ഡിസ്ട്രിബ്യൂട്ടർ ഫ്രീലി, ദെൻ ഇൻ മെനി കേസ് അതേഴ്സ് പെർമിഷൻ ഒക്കെ വേണം. അതായത് പിന്നെ അങ്ങോട്ട് കിട്ടണമെങ്കിൽ, അതായത് ഒരു 1 month 2 month ഒക്കെ നമുക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ 10 days ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ടൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം, അതിൻ്റെ മെയിൻ ടൂളുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അതിനുശേഷം ആ ഒരു ഫയൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഷെയർ വയർ ആണ്, അതിന് പൈസ കൊടുക്കണം, പൈസ കൊടുത്ത് വാങ്ങണം. അങ്ങനെയാണെങ്കിൽ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്താ? പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോഫ്റ്റ്വെയർ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുമല്ല, എന്ത് വേണമെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഇപ്പൊ വിൻഡോസ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ടാലി, ക്യുക്ഹീൽ ഒക്കെ എന്താണ്? ആ സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് ട്രയൽ ഒന്നും കിട്ടില്ല, അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിച്ചാൽ അതെന്താണ്? അങ്ങനെ വാങ്ങിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. ഓക്കെ അല്ലേടാ? സോഫ്റ്റ്വെയർസിന്റെ പേരൊക്കെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ഹ്യൂമൻ വയർ അല്ലെങ്കിൽ ലൈവ് വയർ. അതായത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് കരുതി അത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യല്ല, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അപ്പോ അതിന് വേണ്ട ഹ്യൂമൻ ബീൻസിനെയാണ് ഹ്യൂമൻ വയർ അല്ലെങ്കിൽ ലൈവ് വയർ എന്ന് പറയുന്നത്. ഹ്യൂമൻ വയർ ആക്ട് ആസ് എ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, സിസ്റ്റം മാനേജർ ആൻഡ് സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ്, എല്ലാവരും കമ്പ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് എന്ത് പറയാം? ഹ്യൂമൻ വയേഴ്സ് എന്ന് പറയാൻ പറ്റും. അപ്പോ ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് 3ാമത്തെ ചാപ്റ്റർ ആണ് കംപ്ലീറ്റ് ചെയ്തത്, കോമ്പണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. സോ കോമ്പണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടാവും. ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, ഇതിന്നാണ് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ദെൻ എക്സാമിന് എഴുതാൻ കുറെ കണ്ടന്റ് നമ്മൾ പറഞ്ഞു അല്ലേ? ആ എഴുതുന്ന സമയത്ത് ടൈം മാനേജ്മെന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ദെൻ നെക്സ്റ്റ് നമുക്ക് 4ാമത്തെ ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രോബ്ലം സോൾവിങ് യൂസിങ് കമ്പ്യൂട്ടർ. ഒരു പ്രോബ്ലം കമ്പ്യൂട്ടർ വഴി എങ്ങനെ സോൾവ് ചെയ്യാം അതാണ് പറയുന്നത്. നോക്കിക്കോളൂ, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് 2 അപ്രോച്ചുകളെ കുറിച്ചാണ്. 2 അപ്രോച്ചുകൾ, ഒന്ന് ടോപ്പ് ഡൗൺ ഡിസൈൻ, രണ്ടാമത്തത് ബോട്ടം അപ്പ് ഡിസൈൻ. ഏതൊക്കെയാണ്? ടോപ്പ് ഡൗൺ ഡിസൈൻ ആൻഡ് ബോട്ടം അപ്പ് ഡിസൈൻ. ഈ 2 അപ്രോച്ചുകളെ കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. നോക്കിക്കോളൂ മക്കളെ, ഇത് കേട്ടിരുന്നാൽ മതി, നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലാവും. ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രോബ്ലം അതിനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആക്കി സബ് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ കാണുക. അതാണ് എന്ത്? ടോപ്പ് ഡൗൺ ഡിസൈൻ. മനസ്സിലായോ? ഒരു വലിയ പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലംസ് ആക്കി മാറ്റുക, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടാൽ അതാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ. ഇനി
എന്താണ് ബോട്ടം അപ്പ് ഡിസൈൻ? നോക്കിക്കോ, ബോട്ടം അപ്പ് ഡിസൈനും ഇതും തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഒരു വലിയ പ്രോബ്ലം പി, അതിനെ സബ് പ്രോബ്ലംസ് ആക്കി മാറ്റുക, P1 P2 P3. ഇത് തന്നെയല്ലേ പിന്നെയും പറഞ്ഞത്, ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്, അത് തന്നെയാണ്. നോക്കിക്കോളൂ, ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഒരു വലിയ പ്രോബ്ലത്തിനെ സബ് ഡിവൈഡ് ആക്കി തിരിക്കുക, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻസ് കാണുക. ഓക്കെ, ഇതാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബോട്ടം അപ്പ് ഡിസൈൻ ആണ്. അതെങ്ങനെയാണ്? ബോട്ടം അപ്പ് ഡിസൈനില് വലിയ പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലംസ് ആക്കി, സബ് യൂണിറ്റുകളാക്കി മാറ്റുക, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ കാണുക, ആ സൊല്യൂഷനെ കമ്പൈൻ ചെയ്യുക. കണ്ടോ, ഇന്റഗ്രേറ്റ് ചെയ്യുക. അത് നേരത്തെ അല്ലായിരുന്നു. ബോട്ടം അപ്പിലാണ് എന്തുള്ളത്? സൊല്യൂഷൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് മെയിൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആക്കി മാറ്റുക. മനസ്സിലായോ? ബോട്ടം അപ്പ്. ടോപ്പ് ഡൗണിൽ അങ്ങനെയൊന്നുമില്ല. ഒരു വലിയ പ്രോബ്ലത്തിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് സൊല്യൂഷൻ കാണുക, അത്രേ ഉള്ളൂ എന്തില്? ടോപ്പ് ഡൗണില്. ബട്ട് ബോട്ടം അപ്പ് ഡിസൈനില് ഒരു വലിയ പ്രോബ്ലത്തിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ കാണുക, ആ സൊല്യൂഷൻ കണ്ടിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് മെയിൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കാണുക. അതാണ് എന്ത്? ടോപ്പ് ഡൗൺ ഡിസൈൻ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. കമന്റ് ബോക്സിൽ ചോദിക്കൂ, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ആക്ച്വലി എൻ്റെ ഫോണിൽ മെസ്സേജ് നിങ്ങളുടെ കമൻസ് ലോഡ് ആയിട്ടില്ലായിരുന്നു. ആ ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങളുടെ കമൻസ്. ഞാൻ വിചാരിച്ചു ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ, എന്തു പറ്റി? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഹായ് ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട്. A+ വേണം, എന്ത് ചെയ്യും? പഠിക്കണം. സർ PhD എന്തായും ചോദിക്കുന്നു. PhD നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാല്ലാ ഒരു 2 ഇയറും കൂടെ വേണം കംപ്ലീറ്റ് ആവാൻ. അത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ ആവും. ഓക്കെ, ഹായ്. ഇപ്പോഴാണ് ലോഡ് ആയത് കേട്ടോ, കമന്റ്സ് ഒക്കെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ടോപ്പ് ഡൗൺ ഡിസൈൻ ഓക്കെ അല്ലേടാ? ഇനി നെക്സ്റ്റ് ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ്. ഒരു പ്രോഗ്രാമിങ്ങിന്റെ ഫേസസ് ആണ് ഈ ഫിഗർ. മാത്രം പഠിച്ചു വെച്ചോളൂ. എന്തൊക്കെയാണ്? പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, ദെൻ പ്രോഗ്രാം കോഡിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ, എക്സിക്യൂഷൻ, ഡോക്യുമെന്റേഷൻ, ഡീബഗ്ഗിംഗ്. ഓരോന്നും പഠിച്ചു വെക്കണം. എന്താണ് പറയുന്നത്? ഒന്നാമത്തത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. ആക്ച്വലി ഇപ്പൊ 2 പേര് നിന്ന് അടി കൂടുന്നുണ്ട്. നമ്മളത് സൊല്യൂഷൻ കാണാൻ പോകുമ്പോൾ 2 പേരുടെ കാര്യം നമ്മൾ നോക്കണം. 2 പേർക്കും എന്താ പറയുന്നത് നമുക്ക് നോക്കണം, വേണ്ടേ? അപ്പോൾ അവിടുത്തെ പ്രോബ്ലത്തിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. സോ ടെക്നിക്കലി നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ വേണം. എന്താണ് പ്രോബ്ലം എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ഓക്കെ അല്ലേ? വ്യക്തമായിട്ടുള്ള കേസ് സ്റ്റഡി വേണം. ദെൻ ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. അൽഗോരിതം എന്താണെന്നും ഫ്ലോ ചാർട്ട് എന്താണെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അൽഗോരിതം ഫ്ലോ ചാർട്ടും വരക്കണം. ദെൻ പ്രോഗ്രാം കോഡിംഗ്. അൽഗോരിതം വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഫ്ലോ ചാർട്ടും വരച്ചു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ആപ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോഡ് എഴുതാം. ദെൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അത് ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടേ? കമ്പ്യൂട്ടർ അറിയുന്ന ഫോമിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ആ സമയത്ത് എറേഴ്സ് വരാം. എറേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം. അതിനാണ് ഡീബഗ്ഗിങ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ എക്സിക്യൂഷൻ, അത് റൺ ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. ദെൻ
ഡോക്യുമെന്റേഷൻ നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം വേണ്ടേ? സോ അതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിച്ചെടുക്കാം നോക്കാം. അനലൈസിങ് ദ പ്രോബ്ലം, ഐഡന്റിഫൈങ് ദ ഔട്ട്പുട്ട് ആൻഡ് ഐഡന്റിഫൈ ദ ഇൻപുട്ട് ഓഫ് ദ പ്രോബ്ലം ഒക്കെ നമ്മൾ നോക്കണം. അതൊക്കെ ഇതിലാണ്, പ്രോബ്ലം ഐഡന്റിഫിക്കേഷനിലാണ്. ക്ലിയർ? ഓക്കെ, സോ നമുക്ക് ആദ്യം നമ്മൾ ഐഡന്റിഫിക്കേഷൻ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? അൽഗോരിതം ഫ്ലോ ചാർട്ടും വരക്കണം. സോ അൽഗോരിതം, വാട്ട് ഡു യു മീൻ ബൈ ആൻ അൽഗോരിതം? ആൻ അൽഗോരിതം ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഫോർ സോൾവിങ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസിനെ എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൽഗോരിതം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയോടാ? ചായ ഉണ്ടാക്കാൻ അറിയുമോ? ചായ, കട്ടൻ ചായ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പറയാം. ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഒരു പാത്രത്തിൽ വെള്ളം എടുക്കും, ദെൻ നമ്മൾ സ്റ്റൗവിൽ വെക്കും, അല്ലെങ്കിൽ ഗ്യാസിൽ വെക്കും. ഗ്യാസ് കത്തിച്ചു കഴിഞ്ഞാൽ അത് തിളച്ച് മറിയും അല്ലേ? വെള്ളം തിളക്കൂലേ? ബോയിൽ ചെയ്യൂലേ? അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? വെള്ളം എടുത്തു. പിന്നെന്താ പറഞ്ഞത്? സ്റ്റൗവിൽ വെച്ചു അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചു, ഗ്യാസ് ഓൺ ചെയ്തു. വെള്ളം തിളച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ കുറച്ച് തേയില ആഡ് ചെയ്യും. കുറച്ച് ആഡ് ചെയ്തു പോരാ, കുറച്ചും കൂടെ ആഡ് ചെയ്യും. ദെൻ പിന്നെ ഒന്നും കൂടി ഒന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഷുഗർ ആഡ് ചെയ്യും. കുറച്ചും കൂടി ആഡ് ചെയ്തു, വീണ്ടും ആഡ് ചെയ്തു. നമുക്ക് വേണ്ടത്ര ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കും ഇല്ലേ? സോ നമ്മുടെ മുമ്പിലുള്ളതാണ് സ്വാദിഷ്ടമായ ചായ എന്ന് പറയുന്നത്. സോ ഈ ചായ മേക്കിംഗ് അല്ലെങ്കിൽ ടീ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെയാ സോൾവ് ചെയ്തത്? ആദ്യം തന്നെ ഗ്ലാസ്സിൽ ഒഴിച്ചേക്കാണോ? അല്ലല്ലോ. ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി ചെയ്തതുകൊണ്ടാണ് നമുക്ക് ചായ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയത്. സോ അതുപോലെ ഒരു അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൽഗോരിതം എന്ന് പറയുന്നത്. സോ അൽഗോരിതം ചായ ഉണ്ടാക്കുന്ന ഫുൾ സ്റ്റെപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കോഫി ഉണ്ടാക്കാൻ അറിയും തോന്നുന്നു. ഓക്കെ, നോക്കിക്കോ. ഇനി പ്രോബ്ലം എന്ന് പറഞ്ഞു. കമ്പ്യൂട്ടറിലുള്ള പ്രോബ്ലം ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും. റൈറ്റ് ആൻ അൽഗോരിതം ഫോർ ആഡിങ് 2 numbers. 2 നമ്പർ ആഡ് ചെയ്യാനുള്ള അൽഗോരിതം എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോളൂ. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 റീഡ് a, b, സ്റ്റെപ്പ് 3 c is equal to a plus b, c is equal to a plus b, and സ്റ്റെപ്പ് 4 പ്രിന്റ് c, സ്റ്റെപ്പ് 5 സ്റ്റോപ്പ്. അപ്പോ സ്റ്റാർട്ട് ചെയ്തു, റീഡ് a, b, a equal to 20, b equal to 30. ഓക്കെ, c is equal to a plus b, c is equal to a plus b എന്ന് പറയുമ്പോൾ 20 plus 30, c is equal to എന്താ വരിക? സോറി 30 അല്ല, 50 വരും. ദെൻ പ്രിന്റ് c, 50 എന്ന് നമ്മൾ പ്രിന്റ് ചെയ്തു. ദെൻ സ്റ്റോപ്പ്, അവസാനിപ്പിച്ചു. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇതുപോലെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി എഴുതിയാൽ അതാണ് എന്ത്? അൽഗോരിതം. ക്ലിയർ? ദെൻ വെറുതെ അങ്ങോട്ട് അൽഗോരിതം എഴുതാൻ പറ്റില്ല. കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോ ചെയ്യണം. സോ നോക്കിക്കോളൂ. ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ക്ലിയർ. ഓരോ സ്റ്റെപ്പും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണം. രണ്ടാമത്തത്, ഈച്ച് ഇൻസ്ട്രക്ഷൻ ഷുഡ് പെർഫോം ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈം. ഓരോ സ്റ്റെപ്പും ഒരു നിശ്ചിത പ്രാവശ്യം മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മൾ നേരത്തെ ചായ ഉണ്ടാക്കാൻ പറഞ്ഞ എക്സാമ്പിൾ, ഷുഗർ അല്ലെങ്കിൽ തേയില ആഡ് ചെയ്തോ പോരാ, കുറച്ചും കൂടെ ആഡ് ചെയ്തോ, പിന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. വെള്ളം തിളക്കുക എന്നുള്ളത് ഒരു സ്റ്റെപ്പാണ്. അത് തിളച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അടുത്ത സ്റ്റെപ്പ് നടക്കണ്ടേ? അപ്പോ ഇവിടെ പറയുന്നത് ഓരോ സ്റ്റെപ്പും ഒരു നിശ്ചിത പ്രാവശ്യം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വർക്ക് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? ദെൻ the algorithm should ultimately terminate. തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിച്ചിരിക്കണം. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ പറഞ്ഞത്? തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിച്ചിരിക്കണം. ഇനി നാലാമത്തെ എന്താ പറഞ്ഞത്? when the algorithm terminate, the desired result should be obtained. എപ്പോഴാണോ നമ്മുടെ അൽഗോരിതം അവസാനിക്കുന്നത്, ടെർമിനേറ്റ് ചെയ്യുന്നത്, അപ്പോ നമ്മൾ വിചാരിച്ച റിസൾട്ട് തന്നെ കിട്ടിയിരിക്കണം. വേണ്ടേ? നമ്മളൊരു അൽഗോരിതം, ഇപ്പൊ ചായ ഉണ്ടാക്കാനുള്ള അൽഗോരിതം ക്രിയേറ്റ് ചെയ്തിട്ട് അത് പായസമായാൽ
അത് അതിന് പ്രോപ്പർ അൽഗോരിതം ആണോ? അല്ല. ഓക്കെ, അപ്പോ എന്താണോ നമ്മൾ വിചാരിച്ചത് അത് തന്നെ അവസാനം കിട്ടണം. ഇതാണ് മക്കളെ 4 ക്യാരക്ടറിസ്റ്റിക്സ് എന്തിനുള്ള? അൽഗോരിതത്തിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? നെക്സ്റ്റ്, ഫ്ലോ ചാർട്ട്, ദ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതം, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതം, അല്ലെങ്കിൽ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതം ഇസ് കോൾഡ് ഫ്ലോ ചാർട്ട്. ഓക്കെ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ വിഷ്വൽ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതം ഇസ് കോൾഡ് ഫ്ലോ ചാർട്ട്. നോക്കിക്കോളൂ, സ്റ്റാർട്ടും സ്റ്റോപ്പും ഒരേ സിമ്പിൾ ആണ്, ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരേ സിമ്പിൾ ആണ്. ദെൻ പ്രോസസ് സിമ്പിൾ ഒന്നാണ്, ഡെസിഷൻ ഡയമണ്ട് റോംബസ് സിമ്പിൾ ആണ്. ദെൻ ഫ്ലോ ഓഫ് ലൈൻ ഡാറ്റ ഫ്ലോ ആണ്. കണക്ടേഴ്സ്, ആ ഫിഗേഴ്സും സിമ്പിൾസും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ, ഡ്രോ എ ഫ്ലോ ചാർട്ട് ഫോർ ആഡിങ് 2 numbers ആൻഡ് ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ബിഗസ്റ്റ് ഓഫ് 2 numbers. 2 ചോദ്യമാണ് തന്നിട്ടുള്ളത്. 2 ക്വസ്റ്റ്യനിൽ ഒന്നാമത്തത് എന്താ? നമ്മൾ നേരത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി എഴുതിയ അൽഗോരിതത്തിന്റെ ഫ്ലോ ചാർട്ട് ആണ് അല്ലെ. 2 നമ്പർ ആഡ് ചെയ്യുക. സോ സ്റ്റാർട്ടും സ്റ്റോപ്പും ഒരേ സിമ്പിൾ ആണ്. ദെൻ റീഡ് എന്താ? ഇൻപുട്ട് എ കോമ ബി, എയും ബിയും ഇൻപുട്ട് ചെയ്യുന്നു. സി പ്രോസസ് ആണ്, സി ഈക്വൽ ടു എ പ്ലസ് ബി, ഒരു പ്രോസസ് അല്ലേ, എയും ബിയും കൂട്ടുക എന്നുള്ള പ്രോസസ് ആണ്. ദെൻ പ്രിന്റ് സിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റും ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണ്? ഒരേ സിമ്പിൾ ആണ്, അതുകൊണ്ട് അത് കൊടുത്തു. ഇനി 2 നമ്പറിൽ ഏതാ വലുത് എന്ന് കാണാനുള്ള കോഡ് കണ്ടോ? ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, ഇത് ട്രൂ ആണെങ്കിൽ ഒന്നുകിൽ ട്രൂ കൊടുക്കാം, അല്ലെങ്കിൽ യെസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 1 എന്ന് കൊടുക്കാം. ട്രൂ അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ എസ് ആണെങ്കിൽ എ ഈസ് ബിഗ്. കണ്ടോ, സ്റ്റാർട്ട് ചെയ്തു ഇൻപുട്ട് എ കോമ ബി, ദെൻ എ ഗ്രേറ്റർ ദാൻ ബി. ട്രൂ ആണെങ്കിൽ എ ഈസ് ബിഗ്, ഫാൾസ് ആണെങ്കിൽ ഫാൾസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 0 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ഫാൾസ് ആണെങ്കിൽ പ്രിന്റ് ബി ഈസ് ബിഗ്, ദെൻ സ്റ്റോപ്പ്. ട്രൂ ആണെങ്കിൽ ഫാൾസ് ആണെങ്കിൽ അവസാനം എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്താ പഠിച്ചത്? ആ റോംബസ് ചിഹ്നമാണ്. റോംബസ് ചിഹ്നത്തിന്റെ ഒരു സൈഡിൽ ട്രൂവും ഒരു സൈഡിൽ ഫാൾസും ആയിരിക്കും. ഓക്കെ, ട്രൂവും ഫാൾസും ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്. ഡ്രോ എ ഫ്ലോ ചാർട്ട് ഫോർ പ്രിന്റിംഗ് 1 to 100, 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യാനുള്ള അൽഗോരിതത്തിന്റെ ഫ്ലോ ചാർട്ട് ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ സ്റ്റാർട്ട് n is equal to 1. കണ്ടോ, n is equal to 1 എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രിന്റ് n. ഓക്കെ, പ്രിന്റ് n 1 പ്രിന്റ് ചെയ്യാം. n is equal to n plus 1. n is equal to n plus 1 2 ആയി. ദെൻ കണ്ടീഷൻ, കണ്ടോ, കണ്ടീഷൻ ആണ് ചെക്ക് ചെയ്യുന്നത്. n 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എസ് എങ്ങോട്ട് പോകാൻ പറഞ്ഞു? ആ ആരോ മാർക്ക് ഇതാ മുകളിലേക്ക് കൊണ്ടുപോയി വീണ്ടും അവിടുന്ന് താഴേക്ക് വരും. എന്ത് വരും? പ്രിന്റ് n. എന്നിന്റെ വാല്യൂ ഇപ്പൊ 2 ആണ്. ദെൻ വീണ്ടും എന്നിന്റെ വാല്യൂ എന്ത് ചെയ്യും? 3 ആക്കും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ട്രൂ ആണ്, ഉള്ളിലേക്ക് കയറി. ദെൻ എന്താവുക? എസ് വർക്ക് ചെയ്യും. അങ്ങനെ അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എപ്പോ വരെ? 1 മുതൽ നമുക്ക് 100 വരെ പ്രിന്റ് ചെയ്യും. ദെൻ ലാസ്റ്റ് കണ്ടീഷൻ ഫാൾസ് ആവും, സ്റ്റോപ്പ്. കണ്ടോടാ, സിമ്പിൾ അൽഗോരിതം അല്ലേ? സിമ്പിൾ അൽഗോരിതത്തിന് സിമ്പിൾ ഫ്ലോ ചാർട്ട് ആണ്. അപ്പൊ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതം. പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതം ഇസ് കോൾഡ് ഫ്ലോ ചാർട്ട്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതം ഇസ് കോൾഡ് ഫ്ലോ ചാർട്ട്. നെക്സ്റ്റ്, അപ്പൊ നമ്മൾ അൽഗോരിതം ഫ്ലോ ചാർട്ടും പറഞ്ഞു. ഇനി കോഡിംഗ് ദ പ്രോഗ്രാം അല്ലേ? നമ്മൾ ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടോ വരച്ചു കഴിഞ്ഞാൽ അത് ഇൻഡിപെൻഡന്റ് ആണ്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് ഡിപ്പെൻഡന്റ് അല്ല. നമുക്കതിന് ആപ്റ്റ് ആയിട്ടുള്ള സിയോ C++ഓ വിബിയോ ജാവ കേട്ടിട്ടില്ലേ? ജാവ സിമ്പിൾ ആണ്, പവർഫുൾ കേട്ടിട്ടില്ലേ? സോ ഏതെങ്കിലും HLL ഹൈ ലെവൽ ലാംഗ്വേജ്, HLLന്റെ ഫുൾ ഫോം എന്താ? ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോഡ് എഴുതാൻ പറ്റും.
ക്ലിയർ ആണോ? ആ കോഡിനെ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ കോഡിനെ നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നു. ദെൻ ആ സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റാൻ എന്ത് യൂസ് ചെയ്യുന്നു? ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ഏതൊക്കെ ട്രാൻസ്ലേറ്റേഴ്സ് നമുക്കറിയാം? ഒന്ന് അസംബ്ലർ ആണ്, അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ. അതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവലിലേക്ക് മാറ്റാൻ ഇന്റർപ്രറ്റർ ഉണ്ട്, അതുപോലെ തന്നെ കമ്പൈലർ ഉണ്ട്. ഓക്കെ, കമ്പൈലർ ഉണ്ട്, ഇന്റർപ്രറ്റർ ഉണ്ട്. സോ ഇതാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അവരാണ് ട്രാൻസ്ലേറ്റേഴ്സ്. ദെൻ ഡീബഗ്ഗിംഗ്. എന്താണ് ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത്, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എറേഴ്സ് വരും. സോ എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഗ്സ്. എന്താ പറഞ്ഞത്? എറേഴ്സിനെ നമ്മൾ ബഗ് എന്ന് പറയുന്നു. ആ എറർ നമ്മൾ കണ്ടുപിടിച്ച്, ബഗ്സിനെ നമ്മൾ കണ്ടുപിടിച്ച് അത് ക്ലിയർ ചെയ്യുന്നതിനെ ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നു. എറേഴ്സ് കണ്ടുപിടിച്ച് അത് ക്ലിയർ ചെയ്യുന്നതിനെ ഓക്കെ സർ, മറ്റേതൊന്നും കൂടെ പറയോ? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 പ്രിന്റ് ചെയ്ത്. ഓക്കെ പറയാട്ടോ. വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് തരുമോ? ഡെഫിനറ്റ്ലി ഇപ്പോൾ കമന്റ് ബോക്സിൽ വരൂ കേട്ടോ, പറയാം. ഡീബഗ്ഗിംഗ് മനസ്സിലായോ? ഡീബഗ്ഗിംഗ് എന്താണ്? ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഗ്സിനെ റിമൂവ് ചെയ്യുക, അതാണ് ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത്. എടാ ഞാൻ മറന്നിട്ടില്ല, മറ്റേ ഫ്ലോ ചാർട്ട് ഒന്നും കൂടെ പറയുമെന്നല്ലേ? 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്തത് ഒന്നും കൂടെ പറയാം. ഓക്കെ, ഇതൊന്ന് കംപ്ലീറ്റ് ആവട്ടെ. ഡീബഗ്ഗിംഗ് നമ്മൾ പറഞ്ഞു എറേഴ്സ് വന്നു കഴിഞ്ഞാൽ എറേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതിനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 3 ടൈപ്പ് എറേഴ്സ് ആണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ആ പേര് വെച്ച് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ സിൻടാക്സ് എറർ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ലോജിക്കൽ എറർ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ റൺ ടൈം എറർ. സോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ, സിൻടാക്സ് എറർ എന്താണ് സിൻടാക്സ് എറർ? സിൻടാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓരോ പ്രോഗ്രാമിൽ ഓരോന്ന് എഴുതുന്ന സമയത്ത്, ഇപ്പോൾ സി ഔട്ട് എഴുതുന്ന സമയത്ത് സി ഔട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെമിക്കോളൻ ഇടാറുണ്ട്. ഇങ്ങനെയല്ലേ നമ്മൾ ഹായ് പ്രിന്റ് ചെയ്യുക? ഒരാൾ ഹായ് ഈ ഒരു സെമിക്കോളൻ ഇട്ടിട്ടില്ല, ഈ സെമിക്കോളൻ ഇട്ടിട്ടില്ലെങ്കിൽ അത് എററാണ്. എററല്ലേ? അതൊരു സിൻടാക്സ് എററാണ്. അല്ലെങ്കിൽ ആ ഡബിൾ കോട്ട്സ് ഇടാൻ മറന്നുപോയി, അതെന്താണ്? ഒരു സിൻടാക്സ് എററാണ്. അതായത് C++ലാവട്ടെ, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാവട്ടെ, അത് എഴുതുന്ന രൂപത്തിൽ അത് എഴുതിയിട്ടില്ലെങ്കിൽ അതെന്താണ്? സിൻടാക്സ് എററാണ്. ഓക്കെ, ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? സി ഔട്ട് എഴുതി നമ്മൾ സെമികോളൻ ഇട്ടിട്ടില്ലെങ്കിൽ, ആ കോളൻ ഇട്ടിട്ടില്ലെങ്കിൽ അതൊരു എററാണല്ലോ, അതാണ് സിൻടാക്സ് എറർ. ഇനി ലോജിക്കൽ എറർ എന്താ? ലോജിക്കൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം മക്കളെ, 2 നമ്പർ, ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിൽ ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് കാണണം. അപ്പൊ നമ്മളൊരു എ എന്നുള്ള നമ്പറിനെ മോഡ് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ കാണണം. അപ്പൊ നമ്മൾ ബൈ 2 ഈക്വൽ ടു 0 ആണെങ്കിൽ, എ ബൈ 2 ഈക്വൽ ടു 0 ആണെങ്കിൽ ഈവൻ ആണ്, അല്ലെങ്കിൽ ഓഡ് ആണ്. ഇതെന്താണ്? തെറ്റാ. ഇത് തെറ്റാ. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ കാണണം. അപ്പൊ ഒരു കുട്ടി എഴുതിയത് എ ബൈ 2 ഈക്വൽ ടു 0 ആണ്. അത് സിൻടാക്സ് പ്രകാരം തെറ്റൊന്നുമില്ല. സെമികോളൻ ഇട്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സെമികോളൻ ഇട്ട് കൊടുക്കാം. സോ ഓക്കെ, എ ബൈ 2 ഈക്വൽ ടു 0 സിൻടാക്സ് മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? ഈവൻ നമ്പർ ആണോ എന്ന് കാണണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ഒരു നമ്പറിനെ മോഡ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടോ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു നമ്പറിനെ മോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ 0 ആണെങ്കിൽ, റിമൈൻഡർ 0 ആണെങ്കിൽ, ആ നമ്പർ അല്ല,
റിമൈൻഡർ 0 ആണെങ്കിൽ അത് ഈവൻ നമ്പർ ആണ്, അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണ്. എങ്ങനെയാ? അപ്പൊ നമ്മളൊരു നമ്പർ കൊടുക്കുകയാണ് 10 2 മോഡ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോളൂ. 10ന് 2 എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യം. 5 × 2 അല്ലേ? ഇതില് മോഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇങ്ങോട്ട് പോവും. അങ്ങനെ വേണ്ട, നമ്മൾ 10/2 = 5 ആണ്. 10 അല്ല, 10 മോഡ് 2 = 0 ആണ്. അതെങ്ങനെ കിട്ടി? മോഡ് ദാ ഇങ്ങനെയും കിട്ടും. ബൈ എന്ന് വരുന്നത് കോഷ്യന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഒരു നമ്പർ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോഷ്യന്റ് ആണ് കിട്ടുക. ദെൻ മോഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. റിമൈൻഡർ ആണ് പോവുക. മനസ്സിലായല്ലോ? അപ്പൊ ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞ സമയത്ത് ആ കുട്ടി ഇങ്ങനെയാണ് ചെയ്തത് എങ്കിൽ അത് എഴുത്തിൽ പ്രശ്നമൊന്നുമില്ല, സിന്റാക്സ് എറർ ഇല്ല. ബട്ട് ലോജിക്കലി എന്താണ്? തെറ്റാണ്. അതാണ് ലോജിക്കൽ എറർ. ക്ലിയർ അല്ലേടാ? ലോജിക്കൽ എറർ ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ പറയാനുള്ളത്? റൺ ടൈം എറർ. എന്താണ് റൺ ടൈം എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ഞാനൊരു എക്സാമ്പിൾ a/b c = a/b എന്ന് കൊടുത്തു. എക്കും ബിക്കും ഏത് വാല്യൂ കിട്ടിയാലും അത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കിട്ടും അല്ലെ? ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ആൻസർ കിട്ടും. സോ റൺ ടൈം എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോജിക്കലി മിസ്റ്റേക്ക് ഇല്ല, സിന്റാക്സിക്കലി മിസ്റ്റേക്ക് ഇല്ല, ചില സമയത്ത് ആൻസർ കിട്ടൂല. ഫോർ എക്സാമ്പിൾ b = 0 ആണെങ്കിൽ ഇവിടെ ആൻസർ കിട്ടുമോ? c = a/0. ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. സോ ഇതൊരു റൺ ടൈം എററാ. മനസ്സിലായോ മക്കളെ? റൺ ടൈം എറർ എന്താന്ന് മനസ്സിലായോ? റൺ ടൈം എറർ എന്താന്ന് മനസ്സിലായോ? ആ പ്രോഗ്രാം സിന്റാക്സ് എറർ ഉണ്ടാവില്ല, ലോജിക്കൽ എററും ഇല്ല. ബട്ട് അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ആൻസർ കിട്ടാതെ വരും. ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞത്. c = a/b ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്കും ബിക്കും പല വാല്യൂസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ വാല്യൂ ഒക്കെ നമുക്ക് ആൻസർ കിട്ടും. ബിക്ക് എങ്ങാനും 0 വന്നാൽ ആൻസർ നമുക്ക് കിട്ടൂല, അത് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അതാണ് റൺ ടൈം എറർ. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേടാ? ഓക്കെ, അപ്പൊ ഇതാണ് സിന്റാക്സ് എറർ, ലോജിക്കൽ എറർ ആൻഡ് റൺ ടൈം എറർ. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ എറേഴ്സ് ഒക്കെ, അതായത് ബഗ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് ബഗ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് പ്രോപ്പർ കോഡായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം, റൺ ചെയ്യിപ്പിച്ച് നോക്കണം. അത് പ്രോപ്പറായിട്ട് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണ്ടേ? അതാണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. സർ എത്ര ചാപ്റ്റർ തീരും? 3, 4, 5, 6 4 ചാപ്റ്റേഴ്സ് ഇന്ന് നമ്മൾ തീർക്കും. ഓക്കെ, ദെൻ ഡോക്യുമെന്റേഷൻ. മക്കളെ, ഈ ഒരു ഡോക്യുമെന്റേഷന്റെ റെഡ് കളറിൽ കാണുന്നില്ലേ നിങ്ങൾ? ഡോക്യുമെന്റേഷൻ 2 എണ്ണം. ഇത് സെപ്പറേറ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നോക്കിക്കോ, എക്സ്റ്റേണൽ ഡോക്യുമെന്റും ഇന്റേണൽ ഡോക്യുമെന്റും രണ്ടും വളരെ സിമ്പിൾ ആടാ. ഇന്റേണൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമന്റ്സ് ഇല്ലേ, അതായത് നമ്മൾ ഇപ്പോൾ ഹിന്ദി പഠിക്കുകയാണ്, ഹിന്ദി ടീച്ചർ വന്നിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മീനിങ് അറിയില്ലെങ്കിൽ നമ്മൾ മുകളിൽ ഇങ്ങനെ എഴുതി വെക്കാറില്ലേ പെൻസിലുകൊണ്ട്? അറബിയോ അല്ലെങ്കിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ ആവട്ടെ, നമുക്ക് മീനിങ് അറിയില്ലെങ്കിൽ മുകളിൽ പെൻസിൽ കൊണ്ട് മീനിങ് എഴുതി വെക്കുന്നവരുണ്ട്. സോ ആ മീനിങ് എഴുതി വെക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു കാര്യമല്ലേ? അതുപോലെ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ കോഡിൽ ഇല്ലാത്ത കാര്യം നമ്മൾ എഴുതി വെക്കും നമുക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. അതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗിൾ ലൈൻ കമന്റും മൾട്ടിപ്പിൾ ലൈൻ കമന്റും ആണ് യൂസ് ചെയ്യുക. ഏതാ?
സിംഗിൾ ലൈൻ കമന്റും മൾട്ടിപ്പിൾ ലൈൻ കമന്റും ആ സോഴ്സ് കോഡ് എഴുതുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ കമന്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രോഗ്രാമിൽ കാണാൻ പറ്റും, ബട്ട് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഒരൊറ്റ ലൈൻ ആണെങ്കിൽ ഡബിൾ ഫോർവേഡ് സ്ലാഷ് ഇടുക, അതാണ് എന്ത് ഡബിൾ ഫോർവേഡ് സ്ലാഷ് ഇട്ടാൽ അതാണ് എന്ത് സിംഗിൾ ലൈൻ കമന്റ്. ആൻഡ് മൾട്ടിപ്പിൾ ലൈൻസ് നമ്മൾ എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻ കമന്റ് ഉണ്ട്, സ്ലാഷ് സ്റ്റാർ കമന്റ് എഴുതുക, ദെൻ സ്റ്റാർ സ്ലാഷ്. ക്ലിയർ അല്ലേ? ഇത് ഇന്റേണൽ ഡോക്യുമെന്റാ. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ ഡോക്യുമെന്റ് എന്താണ്? എക്സ്റ്റേണൽ ഡോക്യുമെന്റ് എന്താ മക്കൾ? നിങ്ങൾ എല്ലാവരും ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കൊരു ബുക്ക് കണ്ടിട്ടില്ലേ? മാനുവൽ എന്ന് പറയും. അതായത് ആ ഒരു AC വാങ്ങാം. ഇപ്പൊ ചൂടുകാലാണ്, AC വാങ്ങണം. നമുക്ക് AC വാങ്ങണമെങ്കിൽ നമ്മൾ AC വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലൊരു മാനുവൽ കണ്ടിട്ടില്ലേ? ആ ഒരു ഡിവൈസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു യൂസർ മാനുവൽ കണ്ടിട്ടില്ലേ? അതാണ് എക്സ്റ്റേണൽ ഡിവൈസ്. സോറി, എക്സ്റ്റേണൽ ഡിവൈസ് അല്ല, എക്സ്റ്റേണൽ ഡോക്യുമെന്റ്. ക്ലിയർ ആണോ? നാളെ ഉണ്ടോ CS ക്ലാസ്? ഡെഫിനറ്റ്ലി നാളെ ഉണ്ട് CS ക്ലാസ്. ഓക്കെ, എക്സ്റ്റേണൽ ഡോക്യുമെന്റ് മനസ്സിലായോ? അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു എക്സ്റ്റേണൽ ഡോക്യുമെന്റും കൂടെ കൊടുത്താൽ ആ എക്സ്റ്റേണൽ ഡോക്യുമെന്റിൽ ഉണ്ടാവും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതിൽ എന്തൊക്കെയാണുള്ളത്, അതിന്റെ വർക്കിംഗ് എന്താണെന്നൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഡോക്യുമെന്റ് ഉണ്ടാവും. അതുപോലെ ഇന്റേണൽ ഡോക്യുമെന്റ് ആ പ്രോഗ്രാമിൽ ഉണ്ടാവും. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നൗ ഇൻട്രൊഡ്യൂസിങ് അവർ ഫിഫ്ത്ത് ചാപ്റ്റർ. ഇനി നമുക്ക് അഞ്ചാമത്തെ ചാപ്റ്ററും ആറാമത്തെ ചാപ്റ്ററും മാത്രമേ ബാക്കിയുള്ളൂ. ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഈ ഒരു അവസാന നിമിഷം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 12 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഒരു ലാസ്റ്റ് നിമിഷങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മറിച്ച് വായിച്ചു നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ ക്രിസ്പ് ചെയ്തിട്ട് ഷോർട്ട് ആക്കിയിട്ടുള്ള, എന്നാൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പോലും മിസ്സാക്കാതെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത സ്ലൈഡുകളാണ് നിങ്ങൾക്കായിട്ട് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം മാരത്തോൺ ലൈവുകളൊക്കെ വരാനുണ്ട്. സോ നമുക്ക് എക്സാമിന്റെ തലേ ദിവസം ഫുൾ ചാപ്റ്റർ സെറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. അഞ്ചാമത്തത് ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. ടോക്കൺ ഷോർട്ട് ഫോം കിട്ടുമെന്നാണോ? ഒരൊറ്റ കാര്യം കൊണ്ട് ഞാൻ ടോക്കൺസ് സെറ്റാക്കി തരാം, നോക്കിക്കോളൂ. ആദ്യം നമുക്ക് C++ന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയണം. C++ന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയണം. അപ്പോൾ അതിനു മുമ്പ് ഓക്കെ, C++ ആരാ കണ്ടുപിടിച്ചത്? 1980 കാലഘട്ടത്തിൽ ജോൺ സ്ട്രൗസ്ട്രബ് എന്നാണ് പറയാ. പക്ഷെ നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ആ B എഴുതാൻ വിട്ടുപോകും. അതുകൊണ്ട് ആ B കൂടെ പ്രൊനൗൺസ് ചെയ്ത് പറഞ്ഞോളൂ. ജോൺ സ്ട്രൗസ്ട്രബ്. യഥാർത്ഥത്തിൽ പേര് ജോൺ സ്ട്രൗസ്ട്രബ് ആണ്. Then ജോൺ സ്ട്രൗസ്ട്രബ് ആണ് ഈ 1980 കാലഘട്ടത്തിൽ ബെൽ ലബോറട്ടറി ഇൻ യുഎസ്എയിലുള്ള ബെൽ ലബോറട്ടറിയിൽ നിന്നാണ് എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്? C++ കണ്ടുപിടിച്ചിട്ടുള്ളത്. C++ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ളത് +2 എത്തുമ്പോൾ നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ത്? C++. Now മക്കളെ, ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ തന്നെ മതി. എന്താണ്? ടോക്കൺസേ ചോദിക്കുള്ളൂ. ഈ ടോക്കൺസ് ഇതുപോലെ ഈ ടേബിൾ മാത്രം പഠിച്ചോളൂ. ടോക്കൺസ് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഫോം ആണ് KILPO. അത് പഠിച്ചാൽ മതിയടാ. അപ്പൊ ആ പേര് ഓർമ്മയുണ്ടല്ലോ, ബാക്കി ഇത് നോക്കിയാൽ മതി. നോക്കിക്കോളൂ. ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം, ഒരു വീട് ഉണ്ടാക്കണം. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം? കല്ല്, സിമെന്റ്, മണല്,
കമ്പി, എംപ്ലോയീസ്, വെള്ളം, അങ്ങനെ ലാൻഡ്, പിന്നെ ക്യാഷ് വേണ്ടേ, ക്യാഷ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടേ. സോ ഈ ഫാക്ടേഴ്സ് ഒക്കെ എന്താ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇതൊക്കെ ഉണ്ടെന്ന് കരുതി നമ്മൾ എല്ലാം യൂസ് ചെയ്യോ? ഇല്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. സോ ഇവിടെ ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് കോൾഡ് ടോക്കൺസ്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് കോൾഡ് ടോക്കൺസ്. അതായത് ഒരു സോഫ്റ്റ്വെയർ C++ യൂസ് ചെയ്തിട്ട് ഒരു സോഴ്സ് കോഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ഫാക്റ്റുകളൊക്കെയാണ്, ബേസിക് ഘടകങ്ങളാണ് എന്ത്, ടോക്കൺസ് എന്ന് പറയുന്നത്. നമ്മൾ അതൊക്കെ ആവശ്യാനുസരണം മാത്രം യൂസ് ചെയ്യുക. ഇപ്പോ കല്ല്, സിമെന്റും മണലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടുതൽ ഉണ്ടെന്ന് കരുതിയിട്ട് കൂടുതൽ യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ മെഷർമെന്റ് പ്രോപ്പർ ആയാൽ മാത്രമേ ഉറപ്പുള്ള പവർഫുൾ ആയിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പറയുന്ന ടോക്കൺസ് ആവശ്യാനുസരണം പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, പ്രോപ്പർ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സോഴ്സ് കോഡ് C++ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ് ഓർ കോൺസ്റ്റന്റ്സ്, പങ്ക്ച്വേഷൻ സിംബൽസ് അല്ലെങ്കിൽ പങ്ക്ച്വേറ്റേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ സിംബൽസ് എന്ന് പറയാം. ദെൻ ഓപ്പറേറ്റേഴ്സ്. കീവേഡ്സ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീവേഡ്സ് ആണ്. കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് ഹാവ് എ സ്പെസിഫിക് മീനിങ്. അതായത് ഇപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റിൽ റിസർവ്ഡ് എന്ന് കാണിക്കില്ലേ? അതുപോലെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് ഓരോ സീറ്റും റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പോട്ടെ, അതുമല്ല, നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ റിസർവ്ഡ് എന്ന് കാണിച്ചിട്ട് ഒരു ബോർഡ് വെച്ച് കണ്ടിട്ടുണ്ടോ? അതെന്താ, മറ്റാർക്കോ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് ഹാവ് എ സ്പെസിഫിക് മീനിങ്. ഓക്കെ, റിസർവ്ഡ് വേർഡ്സ് ആണ്, മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള വേർഡ്സ് ആണ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് നോക്കൂ. ഓട്ടോ, ഡബിൾ, ഇന്റ്, സ്ട്രക്ട്, ഇഫ്, എൽസ്, ഇതൊക്കെ എന്താണ്? കീവേഡ്സ് ആണ്. കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് ഹാവ് എ സ്പെസിഫിക് മീനിങ്. ദെൻ ഐഡന്റിഫയേഴ്സ്. നെക്സ്റ്റ് എന്താ? ഐഡന്റിഫയേഴ്സ് ആണ്. ഐഡന്റിഫയേഴ്സ് ഈസ് എ നെയിമിംഗ് കൺവെൻഷൻ ആണ്. നെയിമിംഗ് വേരിയബിൾ, ഫങ്ഷൻസ്, അറേ, സ്ട്രക്ചേഴ്സ്, ഇതിനൊക്കെ കൊടുക്കുന്ന പേരാണ്. നമുക്കൊക്കെ ഓരോ പേരില്ലേ? നിങ്ങളുടെ പേരൊക്കെ എന്താ? കമന്റ് ചെയ്യൂ. നിങ്ങളുടെ പേരൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ. എൻ്റെ പേര് ഫാസിൽ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഓരോ പേരുണ്ട്. ഇപ്പൊ കണ്ടോ, ഫാസിൽ എന്നുള്ള എൻ്റെ ഒരു പേര് യുണീക്ക് ആയിട്ട് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനാണ് പേരുള്ളത്. സോ അതുപോലെ ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത്, ഒരു പ്രോഗ്രാമിനകത്ത് വേരിയബിൾസിനെയോ ഫങ്ഷൻസിനെയോ അറേസിനെയോ ഒക്കെ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സിനൊക്കെ യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളൊരു നെയിം കൊടുക്കും, പേര് കൊടുക്കും. ആ നെയിമിംഗ് കൺവെൻഷൻ ആണ് ഐഡന്റിഫയേഴ്സ്. നെക്സ്റ്റ് ലിറ്ററൽസ്. ഐഡന്റിഫയേഴ്സിന് കുറച്ച് റൂൾസ് ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് പറയാം കേട്ടോ. ഐഡന്റിഫയറിന്റെ റൂള്. ഓക്കെ, ലിറ്ററൽസ് ഓർ കോൺസ്റ്റന്റ്സ്. എന്താണ് ലിറ്ററൽസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the value do not change during the execution. കോൺസ്റ്റന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഫിക്സഡ് ആയിരിക്കും, അതൊരിക്കലും ചേഞ്ച് ചെയ്യില്ല. ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ ചേഞ്ച് ചെയ്യില്ല, അതാണ് എന്ത്? ഫിക്സഡ് ആയിരിക്കും. അതാണ് കോൺസ്റ്റന്റ്സ്. നമുക്ക് കോൺസ്റ്റന്റ്സിനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കോൺസ്റ്റന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്പ്: ന്യൂമറിക്കൽ കോൺസ്റ്റന്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് കോൺസ്റ്റന്റ്സ്. ആൻഡ് ന്യൂമറിക്കൽ കോൺസ്റ്റന്റ്സിനെ ഇന്റിഗ്രൽ അല്ലെങ്കിൽ ഇന്റഗ്രൽ, കണ്ടോ, ഇൻഡിജർ അല്ലെങ്കിൽ ഇന്റഗ്രൽ ഒക്കെ പറയാറുണ്ട്. ഓക്കെ, ഇൻഡിജർ കോൺസ്റ്റന്റ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ്സ്, അതായത് നമ്മൾ 5 കുറച്ച് കട്ടി കൂടി പോയി 5, 2 ഇതൊക്കെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇൻഡിജർ കോൺസ്റ്റന്റ്സ് ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ്സ് എന്ന് പറയുമ്പോൾ 3.14 പോയിന്റ് ഉള്ള വാല്യൂ ഒക്കെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ്സിന് ഒരു എക്സാമ്പിൾ ആണ്. ദെൻ ക്യാരക്ടർ കോൺസ്റ്റന്റ്സിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സിംഗുലാർ ക്യാരക്ടർ കോൺസ്റ്റന്റ്സ് എന്നും സ്ട്രിംഗ് ക്യാരക്ടർ കോൺസ്റ്റന്റ്സ് എന്നും. ഫോർ എക്സാമ്പിൾ 5
5 ന്യൂമറിക്കൽ അല്ല, സോറി ഇൻറ്റിജർ അല്ല, സിംഗുലാർ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ് കണ്ടോ. AB സിംഗിൾ കോഡ്സിൽ ഇട്ടിട്ടാണ് നമ്മൾ കോൺസ്റ്റന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ, സിംഗിൾ കോഡ്സിൽ ഇട്ടിട്ടാണ് നമ്മൾ കോൺസ്റ്റന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ അത് സിംഗുലാർ ക്യാരക്ടർ കോൺസ്റ്റന്റ്സ് ആണ്. അതുപോലെ AB 5 ഡബിൾ കോഡ്സിലാണ് നമ്മൾ കോൺസ്റ്റന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സ്ട്രിംഗ് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സിംഗുലാർ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണെങ്കിൽ സിംഗിൾ കോഡ്സിലാണ് ഇടുക, സ്ട്രിംഗ് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡബിൾ കോഡ്സിലാണ് ഇടുക. വിത്ത് എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കോൺസ്റ്റന്റ്സിന്റെ മറ്റൊരു പേരാണ് എന്ത്? ലിറ്ററൽസ്. ഓക്കെ, നെക്സ്റ്റ് പങ്ക്ച്വേഷൻ സിമ്പിൾസ് അല്ലെങ്കിൽ സ്പെഷ്യൽ സിമ്പിൾസ്. എന്താണ് പങ്ക്ച്വേഷൻ സിമ്പിൾ അല്ലെങ്കിൽ സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന അറ്റ്, ഹാഷ്, കോളൻ, സെമി കോളൻ, കേർലി ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്സ്, പരാന്തസിസ്, അങ്ങനെ ഉള്ള എല്ലാ ചിഹ്നങ്ങളെയും നമുക്ക് എന്തു പറയാം? പങ്ക്ച്വേഷൻ സിമ്പിൾസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. ദെൻ ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് ആർ സ്പെഷ്യൽ സിമ്പിൾസ് that tells to computer to perform specific mathematical or logical operations. മാത്തമാറ്റിക്കലോ ലോജിക്കലോ ഉള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള സ്പെഷ്യൽ സിംബലുകളാണ് എന്ത്? ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പറേറ്റർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടോക്കൺസ് സെറ്റ് അല്ലേടാ? ടോക്കൺസ് സെറ്റ് അല്ലേ? ടോക്കൺസ് ആർ basic building block of C++ programming language is called tokens. Keywords, identifiers, literals or constants, punctuation symbols, operators. Next, rules for constructing identifiers in C++ are given below. റൂൾസ് ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തെ റൂള്, ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ആൻ ആൽഫബറ്റ് ഓർ അണ്ടർസ്കോർ. ഒരു വേരിയബിളിനോ അല്ലെങ്കിൽ അറേക്കോ ഫങ്ഷൻസിനൊക്കെ പേര് കൊടുക്കുമ്പോ ഫസ്റ്റ് എന്തായിരിക്കണം? ദാ ആൽഫബറ്റ്സോ അണ്ടർസ്കോറോ ആയിരിക്കണം. ഓക്കെ, ദെൻ must consist of only alphabets, digits or underscore. ആകെ എന്തൊക്കെ പറ്റുള്ളൂ? ആൽഫബറ്റ്സോ ഡിജിറ്റ്സോ അണ്ടർസ്കോറോ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ വേരിയബിളിനൊക്കെ പേര് കൊടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഫസ്റ്റ് എന്ത് വരാൻ പാടില്ല? ഡിജിറ്റ് വരാൻ പാടില്ല. അതല്ലേ 2 പോയിന്റ്സിൽ പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ എന്താ പറയുന്നത്? അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ treated differently. അപ്പർ കേസും ലോവർ കേസും ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കീവേഡ്സ് ആർ നോട്ട് പെർമിറ്റഡ്. നേരത്തെ നമ്മൾ പറഞ്ഞ കീവേഡ്സ് ഇല്ലേ, ഓൾറെഡി റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് ഹാവ് എ സ്പെസിഫിക് മീനിങ്, അതെന്താവാൻ പാടില്ല? ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. വൈറ്റ് സ്പേസോ ഇടയ്ക്ക് സ്പേസ് ഇടാനോ അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും എന്തില്ല? ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് എന്ത്? ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് പറയുന്നത് കണ്ടോ. ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോഗ്രാം ഈസ് കോൾഡ് ടോക്കൺസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. റൈറ്റ് ദ റൂൾസ് ഫോളോവഡ് ബൈ നെയിമിംഗ് ആൻഡ് ഐഡന്റിഫയർ. റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള, ഓരോ ഇയറിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണുന്നത്. ഇതിനൊക്കെ ആൻസർ ഇപ്പം നമ്മൾ പറഞ്ഞേ ഉള്ളൂ. വാട്ട് ആർ ലിറ്ററൽസ്? എക്സ്പ്ലെയിൻ ദ ടൈപ്പ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ലിറ്ററൽസിന്റെ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹലോ, ഓക്കെ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ക്യാരക്ടർ സെറ്റ്. മക്കളെ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ആൽഫബറ്റ് പഠിക്കാറില്ലേ? ആൽഫബറ്റ് പറയുന്നത് പോലെ C++ എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഒരു ക്യാരക്ടർ സെറ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? ലെറ്റേഴ്സ് ക്യാപിറ്റൽ ആവാം, സ്മോൾ ലെറ്റേഴ്സ് ആവാം, ഡിജിറ്റ്സ് ഉണ്ട്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, വൈറ്റ് സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ അതർ ക്യാരക്ടേഴ്സ്, പല ടൈപ്പിലുള്ള കീബോർഡിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്കതിൽ യൂസ് ചെയ്യാം. അതൊക്കെയാണ് എന്ത്? ക്യാരക്ടർ സെറ്റ് ഓഫ് C++.
ക്ലിയർ അല്ലേ? 2018-ലും 2019-ലും ഒക്കെ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. 5ാമത്തെ ചാപ്റ്റർ സെറ്റ് ആണ്. 5ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. ക്യാരക്ടർ സെറ്റ് എന്താ, ഐഡന്റിഫയർസിന്റെ റൂൾസ് എന്താണ്, C++ന്റെ ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി, അതായത് പി ജോൺ സ്റ്റോസ്റ്റബ് ആണ് കണ്ടുപിടിച്ചത്, ബെൽ ലബോറട്ടറിയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ പിന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ടോക്കൺസ് ഇൻ C++, ആ ടോക്കൺസിനെ കുറിച്ചും പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ സെറ്റ് ആണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരത്തില്ല. ക്ലിയർ അല്ലേടാ? എക്സ്പ്ലെയിൻ അബൌട്ട് എനി 3 ടൈപ്പ് ഓഫ് ടോക്കൺസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈൻഡ് ദ ഇൻവാലിഡ് ഐഡന്റിഫയർ നെയിംസ് ഫ്രം ദ ഫോളോയിങ്. എന്തുകൊണ്ടാണ് ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇൻവാലിഡ് ആയത്? അണ്ടർസ്കോർ പെർമിറ്റഡ് അല്ല. ദെൻ 999 ഫസ്റ്റ് ക്യാരക്ടർ 9 വരാൻ പാടില്ല, ഡിജിറ്റ് വരാൻ പാടില്ല. ദെൻ $സൈൻ വന്നിട്ടുണ്ട്, $സൈൻ അലോ ചെയ്യില്ല. ദെൻ 8C ഡിജിറ്റും ക്യാരക്ടറും വരാം, ബട്ട് ഫസ്റ്റ് 8 വരാൻ പാടില്ല, ഡിജിറ്റ് വരാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് കീവേഡ് കോൺസ്റ്റ്? കോൺസ്റ്റ് കീവേഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഗീവ് ആൻ എക്സാമ്പിൾ. കോൺസ്റ്റ് കീവേഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? കോൺസ്റ്റൻസ്, സിംബോളിക് കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് കോൺസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ചാപ്റ്റർ ഇന്ന് 1 വേർഡ് വരുമല്ലോ. ഇപ്പൊ ഈ ടോക്കൺസ് എന്നുള്ള ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 വേർഡ് അല്ലേ? ഇങ്ങനത്തെ സിമ്പിൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, കോൺസ്റ്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റ് കീവേഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? സിംബോളിക് കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സിന്റാക്സ് നോക്കൂ. കോൺസ്റ്റ്, ഫ്ലോട്ട്, ഡാറ്റ ടൈപ്പ് കൊടുക്കുക, വേരിയബിൾ കൊടുക്കുക, പൈ. ഇനി പൈ എവിടെ യൂസ് ചെയ്താലും അതിന്റെ വാല്യൂ എന്തായിരിക്കും? 3.14 ആയിരിക്കും. ഇതുപോലെ കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് കോൺസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇൻട്രൊഡ്യൂസിങ് അവർ നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 6, ഡാറ്റ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. സോ 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ, 3, 4, 5, 6 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞത്. സോ 3ാമത്തെ ചാപ്റ്റർ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ 4ാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ 5ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നൗ മൂവ് ടു നെക്സ്റ്റ് 6th chapter name data type and operators. ഡാറ്റയുടെ ടൈപ്പ് എന്താ? വിച്ച് ടൈപ്പ് ഓഫ് ഡാറ്റ ടു ബി സ്റ്റോർ അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് ഡാറ്റ ടു ബി യൂസ്. എന്ത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? ഇതാണ് ഡാറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ ടൈപ്പ് 3 ക്ലാസിഫിക്കേഷൻ ആണ് ഡാറ്റ ടൈപ്പിനുള്ളത്. ഒന്ന് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്, രണ്ടാമത്തത് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്, മൂന്നാമത്തത് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സിന് എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാം. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാ? അറേ, ഫങ്ഷൻസ്, പോയിന്റർ. അറേ, ഫംഗ്ഷൻ, പോയിന്റർ ഇതൊക്കെ എന്താണ്? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ ആണ്. ദെൻ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ ആണ് സ്ട്രക്ചർ, യൂണിയൻ, ക്ലാസ്. ഇതൊക്കെ എന്താണ്? യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇന്റഗ്രൽ ഡാറ്റ ടൈപ്സ്, ദെൻ വോയിഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സ്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? ഇന്റ്, ക്യാർ, വോയിഡ്, ഫ്ലോട്ട്, ഡബിൾ അത് പറഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഡാറ്റ ടൈപ്പിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് കൊടുക്കണം. ഏതൊക്കെയാണ്? യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്, അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ്, അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്. ഇതൊക്കെ തന്നെയാട്ടോ. അല്ലെങ്കിൽ ബേസിക് ഡാറ്റ ടൈപ്പ്. ഇതൊക്കെ ഇതിന്റെ പേര് തന്നെയാണ്. ഏതൊക്കെയാണ് പേര്? ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്, ബേസിക് ഡാറ്റ ടൈപ്പ്, ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ്, അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്. ഇതൊക്കെ ഏതന്നെയാണ്? ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് തന്നെയാണ്. ദെൻ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, 3ാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ആണ്. ദെൻ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിന്റെ സൈസും കാര്യങ്ങളാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഇൻഡിജർ ആണെങ്കിൽ C++ൽ ഇൻഡിജറിന്റെ സൈസ് 4 ബൈറ്റ് ആണ്. ദെൻ ക്യാറിന്റെ ബൈറ്റ് എത്രയാണ്? 1 ബൈറ്റ് ആണ്.
ഫ്ലോട്ടിന്റെ സൈസ് എത്രയാണ് 4 ബൈറ്റ് ആണ്. ദെൻ ഡബിളിന്റെ ബൈറ്റ് 8 ബൈറ്റ് ആണ്. ദെൻ വോയിഡിന് സൈസ് ഇല്ല. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? സോ ഇതാണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, അതിന്റെ വാല്യൂവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. നെയിം ക്യാർ ആണെങ്കിൽ എന്താ? ക്യാരക്ടർ ആണ്, 1 ബൈറ്റ്. അതിന്റെ സൈൻഡും അൺസൈൻഡും ജസ്റ്റ് എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ടേബിൾ നോക്കി വെച്ച് പോവുക. അതിന്റെ സൈസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇന്റിനെ കാട്ടിലും കുറച്ച് ചെറുതാണ് ഷോർട്ട് കീവേഡ് വെച്ചിട്ട് നമുക്ക് ഷോർട്ട് ഇൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് 2 ബൈറ്റേ ഉള്ളൂ. ഇൻറ്റ് 4 ബൈറ്റ് ആണ്. ദെൻ ലോങ് ഇൻറ്റ് 4 ബൈറ്റ് തന്നെയാണ്. സൈൻഡും അൺസൈൻഡും വാല്യൂ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫ്ലോട്ട് ഉണ്ട്, ഡബിൾ ഉണ്ട്, ലോങ് ഡബിൾ ഉണ്ട്. ലോങ് ഡബിൾ എത്രയാ? 12 ബൈറ്റ് ആണ്. സൈസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതെ. നെക്സ്റ്റ്, വേരിയബിൾ. വാട്ട് യു മീൻ ബൈ വേരിയബിൾ? കമ്പ്യൂട്ടറിന്റെ മെമ്മറിക്കകത്ത് ഒരുപാട് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. കമ്പ്യൂട്ടറിന്റെ മെമ്മറിക്കകത്ത് ഒരുപാട് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. അതില് പേര് കിട്ടിയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ വേരിയബിൾസ് എന്താ? നെയിംഡ് മെമ്മറി ലൊക്കേഷൻ ഈസ് കോൾഡ് വേരിയബിൾസ്. ക്ലിയർ ആണോ? എന്താ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ മെമ്മറിക്കകത്ത് ഒരുപാട് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. അതില് പേര് കിട്ടിയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വേരിയബിൾസ് എന്ന് പറയാൻ പറ്റും. സോ ആ പേര് ഐഡന്റിഫയർ ആണ്. വേരിയബിളിന്റെ പേരില്ലേ, അത് ഐഡന്റിഫയർ ആണ്. ആ ഐഡന്റിഫയർ ഉള്ള പേര് കിട്ടിയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിനെ നമുക്ക് എന്ത് പറയാം? വേരിയബിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ. A is equal to 10, B is equal to 20, C is equal to A plus B. Here ഒരു A എന്ന് പറയുന്ന ഒരു വേരിയബിളും അതിനകത്തൊരു വാല്യൂ ഉണ്ടെങ്കിൽ ഇതിൽ 2 വാല്യൂസ് ആണുള്ളത്. ഒന്ന് L വാല്യൂ, രണ്ടാമത്തത് R വാല്യൂ. L is equal to ഇതിനൊരു മെമ്മറി അഡ്രസ് ഉണ്ടാവും. ഓക്കെ. ആ മെമ്മറി ലൊക്കേഷന്റെ മെമ്മറി അഡ്രസ് ആണ് L വാല്യൂ. അതിനകത്തുള്ള കണ്ടന്റ് ആണ് R വാല്യൂ. മനസ്സിലായോ? R വാല്യൂ എന്ന് പറഞ്ഞാൽ ആ മെമ്മറി ലൊക്കേഷന്റെ ഉള്ളിലുള്ള വാല്യൂ 10 ആണ് ഇവിടുത്തെ വാല്യൂ. അതാണ് R വാല്യൂ. L വാല്യൂ എന്ന് പറയുന്നത് ആ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സിനെയാണ് L വാല്യൂ എന്ന് പറയുന്നത്. സോ മെമ്മറി അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? L വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതാണ് എന്ത്? വേരിയബിൾസ്. വേരിയബിൾ ഈസ് എ നെയിംഡ് മെമ്മറി ലൊക്കേഷൻ ആണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. സോ സിൻടാക്സ് എന്താണ്? ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, സെമികോളൻ. ഫോർ എക്സാമ്പിൾ കണ്ടോ, ഇൻറ്റ് എ. ഡാറ്റ ടൈപ്പ് ഏത് ഡാറ്റ ടൈപ്പാന്ന് കാണിക്കാനാണ് ഇൻറ്റ് എ സെമികോളൻ. വേരിയബിളിന്റെ പേര്. ക്ലിയർ? വേരിയബിളിന്റെ പേര്, ഡാറ്റ ടൈപ്പ്, സെമികോളൻ. അപ്പോൾ എക്സാമിന് വേരിയബിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ എഴുതണം, എക്സാമ്പിൾ എഴുതണം, ദെൻ സിൻടാക്സ് ഫോർ വേരിയബിൾ ഡിക്ലറേഷൻ അതും എഴുതണം. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? അലേർട്ട് മെസ്സേജ് വന്നല്ലേ? പേടിക്കണ്ട, ഇപ്പൊ തീർക്കാം. ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. ഓപ്പറേറ്റേഴ്സ് ആർ സ്പെഷ്യൽ സിംബൽസ് ദാറ്റ് ടെൽസ് ടു കമ്പ്യൂട്ടർ ടു പെർഫോം സ്പെസിഫിക് മാത്തമാറ്റിക്കൽ ഓർ ലോജിക്കൽ ഓപ്പറേഷൻസ്. അതായത് കമ്പ്യൂട്ടറിലുള്ള മാത്തമാറ്റിക്കലി ലോജിക്കലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള സിംബലുകളാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഓരോ ഓപ്പറേറ്റേഴ്സിന്റെയും പേര് പഠിക്കുക, അതിന് എക്സാമ്പിൾ എഴുതണം. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവൈഡ് ബൈ ആൻഡ് മോഡ്. ഇതാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ കമ്പാരിസൺ ഓപ്പറേറ്റർ എന്നുള്ള പേരും കൂടി ഉണ്ട്. ദെൻ ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡ്, ഓർ, നോട്ട്. ആൻഡ് എന്താ? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും, ബോയ് ആൻഡ് ഗേൾ രണ്ടാളും വേണം. വേണ്ടേ? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ട്രൂ ആണെങ്കിൽ മാത്രമേ
ആൻഡ് ട്രൂ ആവത്തുള്ളൂ. ഓർ അങ്ങനെയല്ല, ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ്, ഏതിലും ഒന്ന് ട്രൂ ആയാൽ മതി. ഓക്കെ, നോട്ട് ട്രൂ ഉള്ളതിനെ ഫാൾസ് ആക്കുന്നു, ഫാൾസ് ഉള്ളതിനെ ട്രൂ ആക്കുന്നു. ദെൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്, ഇതാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? അസൈൻമെന്റ് ഓപ്പറേറ്റർ ഒറ്റ ഒന്നേ ഉള്ളൂ, അസൈൻ. സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് ഏതിൽ സ്റ്റോർ ചെയ്യുന്നു? സിയിൽ സ്റ്റോർ ചെയ്യുന്നു അല്ലേ? സി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ വാല്യൂ 10 ആണ്. ഇതാണ് ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 10 ഇതാണെങ്കിൽ എന്താ? ഇതൊരു കമ്പാരിസൺ ഓപ്പറേറ്റർ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റർ. എയുടെ വാല്യൂ 10 ആണോ? ആണെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ട്രൂ ഓർ ഫാൾസ് വാല്യൂ ആണ് ഇതിന് കിട്ടുക. കണ്ടോ, ഇതിന് ട്രൂ ഓർ ഫാൾസ് വാല്യൂ കിട്ടുക. കാരണം എന്താ? അതൊരു കമ്പാരിസൺ ഓപ്പറേറ്ററാ. ബട്ട് എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ എന്താണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ എയുടെ വാല്യൂ ഇനി മുതൽ 10 ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ദെൻ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ, ഷോർട്ട് ഹാൻഡ് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ അല്ലെങ്കിൽ അരിത്തമാറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ഇൻറ്റു ഈക്വൽ ടു, ഡിവൈഡഡ് ബൈ ഈക്വൽ ടു, മോഡ് ഇസ് ഈക്വൽ ടു. അതായത് നമ്മുടെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിന്റെ കൂടെ ഈക്വൽ ടു വന്നാലാണ് എന്ത് ചെയ്യുക? അരിത്തമാറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ, എ പ്ലസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു എ പ്ലസ് 20ക്ക് ഈക്വൽ ആണ്. ഓക്കെ, എക്സ് ബൈ ഈക്വൽ ടു 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് ബൈ 30ക്ക് ഈക്വൽ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഏത് ഓപ്പറേറ്റർ ആണോ അത് മാറ്റി കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, ഐ പ്ലസ് പ്ലസ്, ഐയുടെ വാല്യൂ 10 ആണ്. സോ ഐ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന സമയത്ത് ഐയുടെ വാല്യൂ എന്താവും? ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പം ഐ ഇസ് ഈക്വൽ ടു 11 ആവും. വീണ്ടും ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു, ഇതെങ്ങനെയാ വന്നത്? ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 1 11. അങ്ങനെയാണ് ഈ ഒരു ഐ പ്ലസ് 1 എന്ന് വന്നിട്ടുള്ളത്. ഐയുടെ വാല്യൂ 10 ആയിരുന്നു, പ്ലസ് ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ 11 ആയി, ഐയുടെ വാല്യൂ 11 ആയി. ദെൻ വീണ്ടും അത് ഇൻക്രിമെന്റ് ചെയ്തു. അപ്പൊ എന്താ വരിക? ഐ ഇസ് ഈക്വൽ ടു 11 പ്ലസ് 1 12. ഇനി ഐ മൈനസ് മൈനസ് ആണെങ്കിലോ? ഫോർ എക്സാമ്പിൾ ഐയുടെ വാല്യൂ 10 ആണ്. ഐ മൈനസ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ എന്താവും? ഐ മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 9. ക്ലിയർ? 9. വീണ്ടും ഐ മൈനസ് മൈനസ് എന്ന് പറഞ്ഞാലോ? വിച്ച് ഈസ് ഈക്വൽ ടു, സോറി, ഐ ഈസ് ഈക്വൽ ടു 8 ആവും. അപ്പോൾ ഒരു വാല്യൂ കുറഞ്ഞു വരും, മറ്റത് പ്ലസ് പ്ലസ് ആണെങ്കിൽ ഒന്ന് കൂടി വരും. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? ഇതാണ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ആൻഡ് നെക്സ്റ്റ് കണ്ടീഷണൽ ഓപ്പറേറ്റർ നമുക്കൊരു പേജും കൂടെ ആഡ് ചെയ്യാം. കണ്ടീഷണൽ ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ അല്ലേ? ഇതിന്റെ ജനറൽ സിന്റാക്സ് നോക്കിക്കോളൂ. എക്സ്പ്രഷൻ 1 ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ 2 കോളൻ, എക്സ്പ്രഷൻ 3 സെമി കോളൻ. ഓക്കെ, ഇത് നോക്കിക്കോ. ഇവിടെ എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 വർക്ക് ചെയ്യും. അപ്പൊ എക്സ്പ്രഷൻ 1 ഒരു കണ്ടീഷൻ ആയിരിക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 വർക്ക് ചെയ്യും. ദെൻ എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3 വർക്ക് ചെയ്യും. അപ്പൊ അറ്റ് എ ടൈമിൽ 1ഉം 2ഉം അല്ലെങ്കിൽ 1ഉം 3ഉം മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ട്രൂ ആണെങ്കിൽ 1ഉം 2ഉം, ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ 1ഉം 3ഉം ആണ് വർക്ക് ചെയ്യുക. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇതാണ് എന്ത്? കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞത്? സൈസ് ഓഫ് ഓപ്പറേറ്റർ. ആണ്. സൈസ് ഓഫ് ഓപ്പറേറ്റർ വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഞാനിവിടെ ഇൻറ്റ് എ കോമ ബി കൊടുത്തിട്ടുണ്ട്. എ ഈക്വൽ ടു 20 എന്ന് കൊടുത്തിട്ടുണ്ട്.
B is equal to size of A. C out B. ബിയുടെ വാല്യൂ എന്തായിരിക്കും? ബി is equal to എന്തായിരിക്കും? കമന്റ് ചെയ്യൂ മക്കളെ. എന്താണ് ബിയുടെ വാല്യൂ വരിക? ബിയുടെ വാല്യൂ എന്താണ് വരിക? ഹായ് ഓക്കെ. അപ്പോ എന്താണ് ബിയുടെ വാല്യൂ വരിക? കമന്റ് ചെയ്യൂ. എന്താണ് ബിയുടെ വാല്യൂ വരിക? ബിയുടെ വാല്യൂ എന്തായിരിക്കും? ബിയുടെ വാല്യൂ B is equal to 4. ഔട്ട്പുട്ട് 4 ആയിരിക്കും, അല്ലാതെ 20 അല്ല വരിക. എയുടെ വാല്യൂ 20 ആണെങ്കിലും ആ ഒരു ബിയുടെ വാല്യൂ എന്താ വരിക? 4 ആണ് വരിക. കാരണം ഇൻഡിജറിന്റെ സൈസ് 4 ആണ്. അതെ, കറക്റ്റ് ആണ് 4 ആണ് വരിക. ക്ലിയർ? ബിയുടെ വാല്യൂ 4 ആണ് വരിക. ഇതാണ് എന്ത്? സൈസ് ഓഫ് ഓപ്പറേറ്റർ. സോ ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓപ്പറേറ്റേഴ്സ് ആർ സ്പെഷ്യൽ സിംബൽസ് ദാറ്റ് ടെൽസ് ടു കമ്പ്യൂട്ടർ ടു പെർഫോം സ്പെസിഫിക് മാത്തമാറ്റിക്കൽ ഓർ ലോജിക്കൽ ഓപ്പറേഷൻസ്. സർ നെറ്റ് സ്ലോ ആ? എൻ്റെ നെറ്റ് സ്ലോ ആണോ ഇനി? ഓക്കെ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ചിരിക്കേണ്ട ഒരു ടേബിൾ ആണ് പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സിന്റെ പ്രിസിഡൻസ്, പ്രയോറിറ്റി ഏതൊക്കെയാണ്? അപ്പോൾ ഫസ്റ്റ് ആരാ? പരാന്തസിസ് ആണ്. പിന്നെ പ്ലസും മൈനസും യൂണറി ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉണ്ട്, സൈസ് ഓഫ് ഓപ്പറേറ്റർ ഒക്കെ ഉണ്ട്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ദെൻ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ദെൻ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതിനുശേഷമാണ് ഈക്വൽ ടു, അതായത് ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ദെൻ ലോജിക്കൽ ആൻഡ് ലോജിക്കൽ ഓർ കണ്ടീഷണൽ ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ ആൻഡ് അരിത്തമാറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ, ലാസ്റ്റ് കോമ. ആ ഓർഡർ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണേ. വൺ വേർഡ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഈ ഓർഡറിൽ പ്രോഗ്രാം ചെയ്യാൻ. ഓക്കെ, നെറ്റ് സ്ലോ ആണ്, അതുകൊണ്ടാണ് ആൻസർ ഇടാൻ വൈകിയെന്ന്. ഓക്കെ. അപ്പോ ഇതൊക്കെ അല്ലേടാ പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ? ഓക്കെ അല്ലേ? ദെൻ എക്സ്പ്രഷൻസ്. എന്താണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ ആണോ? ഫേസിൽ എക്സ്പ്രഷൻ ആണോ ഇവിടെ പറയുന്നത്? അല്ല. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസും. ഓപ്പറൻസ് എന്താ? ഓപ്പറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ മേലിലാണോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്, അതായത് A+B എന്ന് പറഞ്ഞാൽ എയും ബിയും ആണെന്ത്? ഓപ്പറൻറ്റ്. ഓപ്പറേറ്റർ ഏതാ? പ്ലസ് ആണ്. ദെൻ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസും എല്ലാം കൂടിയതിന് നമുക്ക് എന്ത് പറയാം? ഒരു എക്സ്പ്രഷൻ എന്ന് പറയാൻ പറ്റും. ആൻ എക്സ്പ്രഷൻ ഈസ് എ composed of operators and operands. The operands may be either constants or variables. Okay, ഓപ്പറേറ്ററും ഓപ്പറൻസും കൂടി ചേർന്നാൽ നമുക്കൊരു എക്സ്പ്രഷൻ എന്ന് പറയാൻ പറ്റും. Here we have 3 type of expressions: arithmetic expressions, relational expressions and logical expressions. ഇതൊക്കെ എങ്ങനെയാണല്ലേ? അരിത്തമാറ്റിക് എക്സ്പ്രഷൻസിൽ വേരിയബിൾസിന്റെ കൂടെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, അതാണ് അരിത്തമാറ്റിക് എക്സ്പ്രഷൻസ്. അതായത് നമ്മുടെ പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവൈഡഡ് ബൈ, ഇതൊക്കെ ആയിരിക്കും എന്ത്? ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവുക. ദെൻ അതിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് തിരിക്കാം. ഒന്ന് ഇൻറ്റിജർ എക്സ്പ്രഷൻസും ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻസും. അതായത് അരിത്തമാറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്തായിരിക്കും? അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. അതിൽ വാല്യൂ പോയിന്റ് ഒന്നും ഇല്ലാത്ത ഇൻറ്റിജർ വാല്യൂ മാത്രമാണെങ്കിൽ ഇൻറ്റിജർ അരിത്തമാറ്റിക് എക്സ്പ്രഷൻസ് എന്നും, പോയിന്റ് ഉള്ള വാല്യൂകളാണ് നമ്മുടെ വേരിയബിൾസിന്റെ വാല്യൂ എങ്കിൽ അത് ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്നും പറയും. ദെൻ
ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ, ലോജിക്കൽ അല്ല റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ, അതായത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, ഇതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് എങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? റിലേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയാം. റിലേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ അവിടെ ഉണ്ട്, എക്സും വൈയും. എക്സ് ഗ്രേറ്റർ ദാൻ വൈ, വൈ എക്സ് ഡബിൾ ഈക്വൽ ടു വൈ, എക്സ് പ്ലസ് വൈ നോട്ട് ഈക്വൽ ടു വൈ, എക്സ് മൈനസ് ടു ഡബിൾ ഈക്വൽ ടു എക്സ് പ്ലസ് വൺ. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുക്കാം. ഇതെന്നെ കൊടുക്കണം എന്ന് യാതൊരുവിധ നിർബന്ധമല്ല. റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് എന്തായിരിക്കണം? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കണം. ക്ലിയർ? ദെൻ ലോജിക്കൽ എക്സ്പ്രഷൻസ് അപ്പോൾ ഒബ്വിയസ്ലി എന്ത് തന്നെ ആയിരിക്കും? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് ഉണ്ടാവുക. ആൻഡ്, ഓർ, നോട്ട്, ഇതാണ് എന്ത്? നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. കമ്പാരിസൺ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്യിക്കാനാണ് പ്രധാനമായിട്ടും എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്, ഇതാണ് ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവുക. ക്ലിയർ? ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ടൈപ്പ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ഡാറ്റ ടൈപ്പിൽ നിന്നും മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ C++ൽ രണ്ട് ടൈപ്പ് കൺവേർഷൻ ആണുള്ളത്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഓക്കെ, ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ സൈസുള്ള ഡാറ്റ ടൈപ്പിനെ വലിയ സൈസുള്ള ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഓട്ടോമാറ്റിക്കലി ഡൺ ബൈ കമ്പൈലർ, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. അതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ സൈസുള്ള ഡാറ്റ ടൈപ്പിനെ വലിയ സൈസുള്ള ഹയർ സൈസുള്ള ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇൻറ്റിനെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഫ്ലോട്ടിനെ ഡബിളിലേക്ക് കൺവേർട്ട് ചെയ്യാം, ക്യാറിനെ ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഇതൊക്കെ. ആൻഡ് ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൈസ് കൂടിയ ഡാറ്റ ടൈപ്പിനെ സൈസ് കുറഞ്ഞതിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം നമ്മളൊരു സ്പ്രിങ് വലുതല്ലേ, അത് നമ്മൾ ചെറുതാക്കാൻ നോക്കിയാൽ ഫോഴ്സ്ഫുള്ളി ചെയ്യണ്ടേ? അതുപോലെ തന്നെ സൈസ് കൂടിയ ഡാറ്റ ടൈപ്പിനെ സൈസ് കുറഞ്ഞ ഡാറ്റ ടൈപ്പിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സ്ഫുള്ളി ചെയ്യണം. അതാണ് എന്ത്? എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. നോക്കിക്കോളൂ, ഇൻറ്റ് എ ഇൻറ്റിജർ ആണ് എ, ഫ്ലോട്ട് എക്സ് കോമ വൈ, ദെൻ a equal to int of അതോ എന്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിലേക്ക് കൺവേർട്ട് ചെയ്യണം. എക്സ് ബൈ വൈ. ഇവിടെ എന്താ സംഭവിച്ചത്? എക്സും വൈയും എന്താണ്? ഫ്ലോട്ടാണ്. അത് ഡിവൈഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഫ്ലോട്ട് തന്നെ കിട്ടുള്ളൂ. ആ ഫ്ലോട്ടിനെ നമ്മൾ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എയിൽ സ്റ്റോർ ചെയ്തു. ഇതാണ് എന്ത്? ടൈപ്പ് കാസ്റ്റിംഗ്, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്. ഓക്കെ ആണോ? എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ക്ലിയർ ആണോ? ഇതാണ് രണ്ട് ടൈപ്പ് കൺവേർഷൻ. ഒബ്വിയസ്ലി നമുക്ക് ഡാറ്റ ലോസ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ ഇതിലാണ്, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനിലാണ്, അല്ലെങ്കിൽ ടൈപ്പ് പ്രൊമോഷൻസും കൂടെ പറയാറുണ്ട്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇതിൽ പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കോളൂ. C++ സ്റ്റേറ്റ്മെന്റ്സ്, അതിന്റെ ഓപ്പറേറ്റേഴ്സ്, റിക്വയർമെന്റ്സ് ആൻഡ് എക്സാമ്പിൾസ് ഉണ്ട്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഓപ്പറേറ്റർ ഉണ്ട്. സീന് എ വേരിയബിൾ, സീനിനാണ് നമ്മൾ യൂസ് ചെയ്യല്. കണ്ടോ, സീന് ഒരു വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വാല്യൂ കൊടുക്കാനാണ്. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അപ്പം എന്താണ്? ചിഹ്നം ഇതാണ്. ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങോട്ട് പ്രിന്റ് ചെയ്യാനാണ്. സി ഔട്ട് ഹലോ, സി ഔട്ട് A+20 അല്ലെങ്കിൽ 2. കണ്ടോ, സി ഔട്ട് പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്, സീന് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്നാ? അസൈൻ ചെയ്യാൻ a equal to 20 എന്ന് പറയുമ്പം 20 എന്ന് പറയുന്ന വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? സിമ്പിൾ പോയിന്റ്സ് ആണ്. ആൻഡ് സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം. നോക്കിക്കോളൂ, ഒരു C++ പ്രോഗ്രാമിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. ഹാഷ് ഇൻക്ലൂഡ് എന്താ? ഹാഷ് ഇൻക്ലൂഡ്
പ്രീ പ്രോസസർ ഡയറക്ടറി ആണ്. അതായത് ഒരു കമ്പൈലർ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പൈലറിനെ അലേർട്ട് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഇപ്പൊ നാളെ കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം ആണെങ്കിൽ ഇതുവരെ നമ്മൾ പഠിച്ചു തുടങ്ങൂല, എക്സാമിന്റെ തലേ ദിവസമേ നമ്മൾ ബുക്ക് എടുത്ത് വായിച്ചു തുടങ്ങുള്ളൂ അല്ലേ? പലരും അങ്ങനെ ആയിരിക്കും. അതിനു മുമ്പ് നമുക്കറിയാം നാളെ കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം ആണ്, നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും, പക്ഷെ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുക മെയിൻ മുതലാണ്. ബട്ട് അതിന്റെ മുകളിലുള്ളത് എന്താ, പ്രീ പ്രോസസർ ഡയറക്ടറീസ് ആണ് ആഷ് ഇൻക്ലൂഡ് ഒക്കെ. അതായത് കമ്പൈലർ ആദ്യമേ മനസ്സിലാക്കി വെക്കുക ഇന്ന ഫങ്ഷൻസ് ഒക്കെ ഇതിൽ വരാനുണ്ട്. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാഷ് ഇൻക്ലൂഡ് ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട് എന്ത്, ഹെഡർ ഫയൽ എന്താ, ഓൾറെഡി പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫയലാണ് എന്ത്, ഹെഡർ ഫയൽ. അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. യൂസിങ് നെയിം സ്പേസ് std അതെന്താന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതെ, എക്സാമ്പിൾ ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. യൂസിങ് നെയിം സ്പേസ് std എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ സി ഔട്ട് സീനൊക്കെ അല്ലേ നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് തവണ യൂസ് ചെയ്യാറില്ലേ, സി ഔട്ട് സീനും ഒരുപാട് തവണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ തവണ ABC 3 വേരിയബിൾ ഉണ്ടെങ്കിൽ 3 വേരിയബിൾ റീഡ് ചെയ്യാൻ നമ്മൾ 3 പ്രാവശ്യം സീൻ യൂസ് ചെയ്യാം. അപ്പോൾ ഒരേ സീൻ തന്നെയല്ലേ 3 പ്രാവശ്യം യൂസ് ചെയ്തത്, ഒരേ സി ഔട്ട് തന്നെയല്ലേ നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്യുന്നത്. സോ ഒരേ കാര്യം തന്നെ മൾട്ടിപ്പിൾ ടൈം ഇവിടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അത് ഏതാണ് എന്താണെന്നുള്ള കൺഫ്യൂഷൻ നമുക്കല്ല കമ്പ്യൂട്ടറിന് വരും. അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും വേണ്ടിയിട്ട് STD 4 കുത്ത് കണ്ടോ, 2 കോളനാണ് അങ്ങനെ കൊടുക്കുക. എവിടെയൊക്കെ സി ഔട്ടും സീനും യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ കൊടുക്കണം. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടാണ്, എല്ലായിടത്തും ഇങ്ങനെ STD ഈ ഒരു 4 കുത്ത് 2 കോളൻ, അതുപോലെ സീനിന് 2 കോളൻ എല്ലായിടത്തും കൊടുക്കുന്ന ബുദ്ധിമുട്ടാണ്. അതിന് പകരം അതിനെ ജനറലൈസ് ചെയ്തിട്ടാണ് യൂസിങ് നെയിം സ്പേസ് std എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനാണ്. ക്ലിയർ ആണോ? യൂസിങ് നെയിം സ്പേസ് std എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡർഡൈസ് എന്നതിന്റെ അബ്രിവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് എന്നുള്ളതിന്റെ അബ്രിവിയേഷൻ ആണ് STD എന്നുള്ളത്. സോ സിമ്പിൾ അല്ലേടാ. എന്നിട്ട് നമ്മൾ ഇൻറ്റു മെയിൻ മുതൽ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കോഡ് എഴുതാൻ നോക്കും. അപ്പൊ നമുക്കൊരു കോഡ് എഴുതിയാലോ? ആർ യു റെഡി? സിമ്പിൾ കോഡാണ്. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ആഡ് 2 നമ്പേഴ്സ്. 2 നമ്പർ ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. 2 നമ്പർ ആഡ് ചെയ്യാം. നോക്കിക്കോളൂ. ആദ്യം ആഷ് ഇൻക്ലൂഡ് IO stream, hash include IO stream, then using namespace std, semicolon, int main, then curly bracket open ചെയ്യാ. then curly bracket open ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്, ഇൻറ്റ് A, B, C. വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. വേരിയബിൾ ഡിക്ലറേഷൻ വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ്, വേരിയബിളിന്റെ പേര് കോമയിട്ട് കൊടുക്കുക. ഓക്കെ, A, B, C 3 വേരിയബിൾസ് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് സി ഔട്ട് enter the 2 വേരിയബിൾസ് അല്ലെങ്കിൽ 2 values, 2 numbers, scene A, B. ഇപ്പോ 2 നമ്പർ ഒരുമിച്ച് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു. എക്ക് ഒരു വാല്യൂ കിട്ടും, ബിക്ക് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ C is equal to A plus B. ഇപ്പൊ സിയിൽ എന്തുണ്ട്, എയും ബിയും ആഡ് ചെയ്തതുണ്ട്. മക്കളെ ഇതിന്റെ ബേസ് ഇതാട്ടോ. ഇനി ഈ 2 നമ്പർ ആഡ് ചെയ്യാന്നുള്ളതിന് പകരം ഈഫ്, ലൂപ്പ്, ഏതൊക്കെയാ ജമ്പിങ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾ അതിൽ കൊടുത്താൽ മതി. ഇതിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും എല്ലാത്തിൻ്റെ ഒരേപോലെ തന്നെ ആയിരിക്കും. സോ സി ഔട്ട് എന്ത് ചെയ്തു, നമ്മൾ 2 നമ്പർ റീഡ് ചെയ്യാൻ പറഞ്ഞു. 2 നമ്പർ സീൻ വെച്ച് നമ്മൾ റീഡ് ചെയ്തു. C is equal to A plus B. ഇപ്പൊ സിയിൽ എന്തുണ്ട്, ആ വാല്യൂ ഉണ്ട്. നമുക്കത് പ്രിന്റ് ചെയ്യാം. സി ഔട്ട് the result is ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുന്നു, ചിഹ്നം വീണ്ടും ഇടുന്നു, ഔട്ട്പുട്ടിന്റെ ചിഹ്നം വീണ്ടും ഇടുന്നു, ദെൻ സി പ്രിന്റ് ചെയ്യുന്നു.
സെമിക്കോളൻ കൊടുക്കുന്നു. നമുക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? then return 0. പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, സിമ്പിൾ അല്ലേടാ? നമ്മള് ഇൻഡ് എ കോമ ബി കോമ സി എന്ന് പറഞ്ഞ് 3 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആ വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്തു. ദെൻ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുത്തു. ദെൻ ആ വാല്യൂടെ പ്രിന്റ് ചെയ്തു. ദെൻ റിട്ടേൺ 0. ദെൻ നമ്മൾ അത് ക്ലോസ് ചെയ്തു. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? എൻഡ് കൊടുക്കണം എന്നില്ല. റിട്ടേൺ 0 കൊടുത്തിട്ട് സെമിക്കോളൻ കൊടുക്കുക, ബ്രാക്കറ്റ് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, മെയിനിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ ഇതാണ് സിമ്പിൾ കോഡിന്റെ സ്ട്രക്ചർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് ആവറേജ് ഓഫ് 2 numbers. ആവറേജ് ഓഫ് 2 numbers ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ തന്നെ എഴുതാം. എങ്ങനെയാണ് എഴുതുക? ആഷ് ഇൻക്ലൂഡ് IO stream കൊടുത്തു. അവിടെ കൊടുത്തതുപോലെ തന്നെ IO stream കൊടുത്തു. യൂസിങ് നെയിം സ്പേസ് std then int main curly bracket കൊടുത്തു. int a, b, c. വീണ്ടും 3 വേരിയബിൾ തന്നെ കൊടുക്കാം. കാരണം എയും ബിയും 2 നമ്പർ വേണം. അതിന്റെ ആവറേജ് റിസൾട്ട് കാണാൻ ഒരു വേരിയബിൾ വേണം. ആയിക്കോട്ടെ, ഇനി സി വേണ്ട, AVG തന്നെ കൊടുക്കാം. then cout enter 2 numbers seen A B. 2 നമ്പർ റീഡ് ചെയ്തു. then AVG is equal to, ഇവിടെ കൊടുത്ത AVG സ്മോൾ ലെറ്റർ ആണ്. AVG is equal to A plus B by 2. ബ്രാക്കറ്റ് കൊടുക്കാം. A plus B by 2. then cout AVG is equal to ഏത് വേരിയബിളിലുള്ളത്? സ്മോൾ ലെറ്റർ AVG കൊടുത്തു. റിട്ടേൺ 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ക്ലിയർ? ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേടാ? സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. അല്ല നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു വേരിയബിൾ ഒരു എസും കൂടെ കൊടുക്കുന്നു. ഇവിടെ ഒരു എസും കൂടെ കൊടുത്തു. S is equal to A plus B എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യേണ്ടത്? or AVG is equal to S by 2. ഇതാണ് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ, സെറ്റ്. അപ്പൊ നമ്മൾ ആ ഒരു S ഒഴിവാക്കുന്നു. ക്ലിയർ? അത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് ഈ 6ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് ദ ലോജിക്കൽ ഓപ്പറേറ്റർ ഓഫ് C++ വിത്ത് ഇറ്റ്സ് എക്സാമ്പിൾ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാ? ആൻഡ്, ഓർ, നോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. സിമ്പിൾ എക്സാമ്പിൾ ഒക്കെ കൊടുക്കാം. വാട്ട് ഈസ് ടൈപ്പ് പ്രൊമോഷൻ? കണ്ടോ, വാട്ട് യു മീൻ ബൈ ടൈപ്പ് പ്രൊമോഷൻ? ടൈപ്പ് പ്രൊമോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? ടൈപ്പ് കൺവേർഷൻ തന്നെയാണ്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത്. ആൻഡ് വാട്ട് ഈസ് ദ റൂൾ ഓഫ് കമന്റ്സ് ഇൻ C++ കോഡ് ആൻഡ് എക്സ്പ്ലെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗിൾ ലൈൻ കമന്റും മൾട്ടിപ്പിൾ ലൈൻ കമന്റും. സിംഗിൾ ലൈൻ കമന്റ് നമുക്ക് കോഡിൽ എന്തെങ്കിലും ഇത് നമുക്ക് എന്തെങ്കിലും എഴുതി വെക്കണം. ഇത് ദിസ് ഈസ് ആവറേജ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് സിംഗിൾ ലൈൻ കമന്റ് കൊടുക്കുക. ദിസ് ഈസ് AVG ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ലൈൻ ആണ്, അതുകൊണ്ട് 2 ബോർഡർ കൊടുത്താൽ മതി. ഓക്കെ, 2 ഫോർവേഡ് സ്ലാഷ് കൊടുത്താൽ മതി. ഇനി മൾട്ടിപ്പിൾ ലൈൻ ഉണ്ടെങ്കിലോ? മൾട്ടിപ്പിൾ ലൈൻ ഉണ്ടെങ്കിൽ /* നമുക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാം. ദെൻ */, അതെ കറക്റ്റ് ആണ്. ഇത്
മൾട്ടിപ്പിൾ ലൈൻ കമന്റ് ആണ് സ്ലാഷ് സ്റ്റാർ കണ്ടന്റ് കൊടുക്കുക സ്റ്റാർ സ്ലാഷ്. സിംഗിൾ ലൈൻ കമന്റ് എന്താ 2 ഫോർവേഡ് സ്ലാഷ്. ക്ലിയർ അല്ലേ? ദെൻ ഡിഫൈൻ ദ ടേം വേരിയബിൾ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സിന്റാക്സ് ഫോർ ഡിക്ലറേഷൻ ഓഫ് വേരിയബിൾ. സിമ്പിൾ അല്ലേ? വേരിയബിൾ എന്താ? വേരിയബിൾ ഈസ് എ നെയിംഡ് മെമ്മറി ലൊക്കേഷൻ ഈസ് കോൾഡ് വേരിയബിൾസ്. ദെൻ എക്സാമ്പിൾ ഡിക്ലറേഷന്റെ എക്സാമ്പിൾ എങ്ങനെ കൊടുക്കാം? ഇന്റ് സിന്റാക്സ് ആദ്യം പറയണം, ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം സെമികോളൻ. എക്സാമ്പിൾ ഇന്റ് എ സെമികോളൻ എന്തും കൊടുക്കാം. ദെൻ ഡിസ്ക്രൈബ് എനി 3 ഡാറ്റ ടൈപ്സ്. ഏത് ഡാറ്റ ടൈപ്സുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ 3 തരത്തിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അത് എഴുതാം. ദെൻ ഇന്റ് ഫ്ലോട്ട് ഡബിൾ ക്യാർ വോയിഡ് ഏതും കൊടുക്കാം കേട്ടോ. ലിസ്റ്റ് ദ ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ്. മോഡിഫയേഴ്സ് യൂസ്ഡ് ഇൻ C++. ഏതൊക്കെയാണ്? സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. നമ്മൾ ആ ഒരു ബോക്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. ദെൻ റൈറ്റ് സിന്റാക്സ് symbol of the following C++ operator: conditional operator, extraction operator, and increment and decrement operator, and not operator. ഓരോന്നിന്റെയും ഓപ്പറേറ്ററിന്റെ സിമ്പിൾ നമുക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. Then name the keyword that indicate the empty set of data. Empty set of data ഏതാണ്? void ആണ് empty set of data. void ന് എന്തില്ല? size ഇല്ല. so അതാണ് empty set of data. Then next question, what is the use of keyword const? കോൺസ്റ്റ് കീവേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഗിവ് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റ് കീവേഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഓക്കെ, സാറിന്റെ നെയിം എന്താ? എൻ്റെ നെയിം ഫാസിൽ അക്ഷയ്ലാൽ. ദെൻ എന്താ ചോദിച്ചത്? സൈൻഡ് എന്താണെന്നാണോ? സൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റിജർ വാല്യൂന്റെയും ഓരോ ഓപ്പറേറ്റേഴ്സിന്റെയും സൈൻഡും അൺസൈൻഡും ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ പറഞ്ഞിരുന്നു. സൈൻഡും അൺസൈൻഡും ആയിട്ടുള്ള ലിമിറ്റ് ആ ഇൻറ്റിജർ വാല്യൂവിന്റെ ബൗണ്ടറി ആണ് പറഞ്ഞിട്ടുള്ളത്. സൈൻഡ് ആണെങ്കിൽ -128 to 127 വരെയാണ്, അതായത് പോസിറ്റീവ് നെഗറ്റീവും അല്ലേ. അൺസൈൻഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മാത്രം 0 to 255 വരെ ആ ഒരു റേഞ്ച് ആണ് പറയുന്നത്. ഓക്കെ no sir, clear? Then next question, name any 2 preprocessor directories. preprocessor directories ഏതൊക്കെയാണ്? hash include, hash define, hash undefined. ഇതൊക്കെയാണ് എന്ത്? പ്രീ പ്രോസസർ ഡയറക്ടറീസ്. അതായത് നമ്മുടെ പ്രോസസ്സിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടറിലെ കമ്പൈലർ അലേർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ യൂസ് ചെയ്യാറുണ്ട്. ഹാഷ് ഡിഫൈനും ഹാഷ് അൺഡിഫൈനും ഉണ്ട്. സിംബോളിക് കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് ഡിഫൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി. Then classifying the data type used in C++. ഏതൊക്കെയാണ്? ഡാറ്റ ടൈപ്പിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആൻഡ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. Then what is the rule of relational operator? Give an suitable example. less than, greater than, less than or equal to, greater than or equal to. ഇതൊക്കെ എന്താണ്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. നെക്സ്റ്റ്, write the value returned by the following C++ expression if x is equal to 10 and y is equal to 20 ആണെങ്കിൽ a എന്താ? x greater than 50. ഓക്കെ, കണ്ടീഷണൽ ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ ആണെന്ന് പറഞ്ഞതാണല്ലോ. ഓക്കെ, ക്ലിയർ. Then x greater than 50 or y greater than 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ 10 ആണ്, വൈയുടെ വാല്യൂ 20 ആണ്. സോ ആദ്യത്തത് ഫാൾസ് ആണ്. ദെൻ ട്രൂ ആണ്, കാരണം 20 എന്നുള്ളത് എക്സ് എന്താണ്? വൈയുടെ വാല്യൂ 20 ആണ്. 20 15-നെക്കാട്ടിലും വലുത് തന്നെയാണ്. സോ ട്രൂ, ഫാൾസ്, ട്രൂ. ആൻസർ എന്താണ്? ട്രൂ ആണ്. കാരണം ഓർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ എവിടെയെങ്കിലും ട്രൂ വന്നാൽ ആൻസർ ബിക്കം ട്രൂ. നെക്സ്റ്റ്, ബി ക്വസ്റ്റ്യൻ എന്താ? ബി ക്വസ്റ്റ്യൻ എക്സ് ഗ്രേറ്റർ ദാൻ 15 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ 15. എക്സ് ഗ്രേറ്റർ ദാൻ 15, വൈ ഗ്രേറ്റർ ദാൻ 15. എന്താണ്?
ഫാൾസ് ആൻഡ് ട്രൂ. ഒരു സ്ഥലത്ത് മാത്രം ട്രൂ ആയിട്ട് കാര്യമില്ല, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആൻസർ ട്രൂ ആവുള്ളൂ, അല്ലെങ്കിൽ ഫാൾസ് ആണ്. ആൻഡിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നോട്ട് ഓപ്പറേറ്റർ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ലേ? സോ ഫാൾസ് ആണ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്നുള്ളത്. അതിനെ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഫാൾസിന് നേരെ ട്രൂ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ അല്ലേടാ? അപ്പം നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലായോ ഇല്ലേ എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 4 ചാപ്റ്റേഴ്സ്. 3-ാമത്തെ ചാപ്റ്റർ, 4-ാമത്തെ ചാപ്റ്റർ, 5-ാമത്തെ ചാപ്റ്റർ ആൻഡ് 6-ാമത്തെ ചാപ്റ്റർ. 4 ചാപ്റ്റേഴ്സ് ഇന്ന് നമ്മൾ സെറ്റാക്കി. ഇതേ പഠിക്കേണ്ടതുള്ളൂ, ഇതിന്നേ നമുക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. C++ന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്, നമ്മുടെ ഈ സിലബസ് ഇങ്ങനെ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാവുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങിച്ചെടുക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ടോ കാര്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. ഇനി മറക്കരുത്, നാളെ നമുക്ക് ലൈവ് ഉണ്ട്. നാളെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യാത്ത ചാപ്റ്റേഴ്സ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മാരത്തോൺ ലൈവ് ഉണ്ട്, നിങ്ങൾ മറന്നു പോകരുത്. എക്സാമിന് തലേ ദിവസം കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നമ്മൾ സെറ്റ് ആക്കും. ഓക്കെ, അപ്പൊ ഞാനുണ്ടാവും, നിങ്ങൾ ഉണ്ടാവണം, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. താങ്ക് യു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ 3, 4, 5, 6 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ചാപ്റ്റേഴ്സുമായിട്ട് ഇനിയും കാണാം. ഇറ്റ്സ് മീ ഫാസിൽ ഫ്രം ഏഗൻ ലേണിംഗ്. ബൈ.